ബഹുമാനികളായ വിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ സംബന്ധിക്കുന്നവർ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാമ്പത്തിക മേഖലയിൽ ഇടപെടുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന് അവൻ പാലിച്ചിരിക്കേണ്ട അച്ചടക്ക നടപടികളും നിയമങ്ങളുമെല്ലാമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ സംസാരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ഒരിക്കലും അത് നശിച്ചു പോകരുത്, നശിപ്പിക്കരുത്. അതിനെ വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നെല്ലാം സൂചിപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ പ്രകൃതി വിഭവങ്ങളെ നമ്മുടെ നാട്ടുകാരായ എല്ലാ ആളുകൾക്കും, നമ്മുടെ അയൽവാസികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ദരിദ്രരും പ്രയാസം സഹിക്കുന്നവരുമായ ആളുകൾ, അവരിലേക്കൊക്കെ അതിൻ്റെ ഒരു വിഹിതം എത്തിക്കണം എന്നതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒന്നുകൂടി ഫോർവേഡാണ്. നമ്മുടെ കാലത്തുള്ള പാവപ്പെട്ടവർ എന്ന ഒരു ഇടുങ്ങിയ ചിന്തയിൽ നിന്ന് നമ്മുടെ കാലശേഷം വരാനിരിക്കുന്ന ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തികം. നമ്മളെ കാലത്തുള്ള കുറേ പാവപ്പെട്ട ആൾക്കാർ, നമ്മളെ അയൽവാസികളായ കുറേ പാവങ്ങൾ, അത് വേണം. എന്നാൽ അതോടൊപ്പം ഈ ലോകം അവസാനിച്ചിട്ടില്ല. ഇത് നാളെ അവസാനിക്കാനുള്ളതുമല്ല. നാളെ ഏതായിരുന്നാലും ലോകം അവസാനിക്കൂല. കാരണം ലോകം അവസാനിക്കണമെങ്കിൽ കുറേ അടയാളങ്ങൾ നിർബന്ധമായിട്ടും വരേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും വർഷങ്ങളോളം ഈ ലോകം ജീവിക്കും, മനുഷ്യന്മാരും ജീവിക്കും. അപ്പോൾ അവർക്കൊക്കെ പ്രകൃതി വിഭവങ്ങൾ വേണ്ടതുണ്ട്. എല്ലാം കൂടി നമ്മൾ മുടിച്ച് കുടിച്ച് ആസ്വദിച്ച് കളയാൻ പാടില്ല എന്നതിലേക്ക് വളരെ വ്യക്തമായ സൂചനകളും അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലുമൊക്കെ കാണാൻ കഴിയും. എല്ലാം കൂടെ അങ്ങോട്ട് ദാനധർമ്മം ചെയ്ത് തീർക്കുക. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പൂന്ത്യ സംഗതിയാണ്. പക്ഷെ എല്ലാം കൂടെ ദാനധർമ്മം ചെയ്യുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. പിന്നെ ഉണ്ടോ എല്ലാം കൂടി തിന്നും കുടിച്ചും തീർക്കൽ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം കൂടെ ദാനം ചെയ്യുന്നതിനെ പോലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഞാനുണ്ടാക്കിയതല്ലേ, എൻ്റെ ഹലാലായ സ്വത്തല്ലേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അതെനിക്കും എൻ്റെ കെട്ടിയോൾക്കും അല്ലാതെ പിന്നെ ആർക്കാണ് എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ല എന്നത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സമ്പത്ത് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവനും കൊടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാ സമ്പത്തും കൊടുത്തു. അപ്പോൾ പിന്നെന്താ പ്രശ്നം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതി ഭാഗം. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖിനോട്, നിങ്ങൾ എന്താണ് കുടുംബത്തിന് വേണ്ടിയിട്ട് ബാക്കി വെച്ചത്? അമ്മ അബക്കൈ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബക്കൈതുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയുമാണ് എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയും എൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും ബാക്കി വച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഹദീസ് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതായി. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതി ബാക്കി വെക്കുകയും മറ്റേ പകുതി ഇസ്ലാമിന് വേണ്ടി നൽകുകയും ചെയ്തു. എന്നാൽ ഇത് നിരുപാധികം ഈ രീതിയാണ്, ഇസ്ലാമികമായ രീതിയാണ് ഇത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് അല്ല. കാരണം ഒരു ഹദീസിനെ മറ്റ് ഹദീസുകൾ കൂടി കൂട്ടി വെച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നതായിട്ട് കാണാം. സമ്പത്ത് മുഴുവനും കൂടി ദാനധർമ്മം ചെയ്യുന്നതും, അതിന് ഇസ്ലാമിന് വേണ്ടിയാണെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും മുഴുവനും കൂടെ ദാനം ചെയ്യുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പൊതുവിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ, സ്വർണത്തിൻ്റെ ഒരു കട്ടി, അദ്ദേഹത്തിൻ്റെ ആകെ സമ്പത്താണ്, അത് പ്രവാചകൻ്റെ അടുക്കൽ കൊണ്ടുപോയി വന്നിട്ട് കൊടുത്തു. പ്രവാചകൻ മൈൻഡ് ചെയ്തില്ല. രണ്ടാമത് വലതുഭാഗത്തൂടെ വന്നു, നോക്കിയില്ല. വലതുഭാഗത്തൂടെ വന്നു, പിൻഭാഗത്തൂടെ വന്നു, ഇതെങ്ങനെങ്കിലും വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പ്രവാചകൻ പരിഗണിച്ചില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ ആകെ സമ്പത്തല്ലേ? അതെൻ്റെ ആകെ സമ്പത്താണ്. എന്നാൽ ലൈസ ലനാ ഇലൈഹി ഹാജ, ഞമ്മക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ സമ്പത്തിൻ്റെ മുഴുവനും കൂടി നമ്മൾ വാങ്ങി വെക്കുക എന്നത് ശരിയായ നിലപാടല്ല. അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് പ്രവാചകൻ അതിനെ നിരാകരിച്ചത് ഹദീസുകളിൽ കാണാം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ പ്രമുഖനാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കോടീശ്വരനായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 6 പേർ അന്നത്തെ അതിസമ്പന്നരായിരുന്നു എന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞതാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരാളാണ് സഅദ് ഇബ്നു അബീ വഖാസ്. അദ്ദേഹം ഹിജ്റ 9ാമത്തെ വർഷം അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്, ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജത്തുൽ വദാ, ആ ഹജ്ജിന് വേണ്ടി പങ്കെടുക്കാൻ പ്രവാചകൻ്റെ കൂടെ വന്നു. പക്ഷേ ആ ഹജ്ജിൻ്റെ വേളയിൽ അദ്ദേഹം രോഗിയായി. രോഗം കലശലായപ്പോൾ അദ്ദേഹം മരിച്ചു പോകുമെന്ന് പേടിച്ചു. ഈ രോഗത്തിൽ ഞാൻ മരിക്കും. മക്കയിലാണല്ലോ, ഹജ്ജിന് മക്കയിലേക്കാണല്ലോ വരാൻ. അപ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിന് വലിയ വിഷമമായി. കാരണം മദീനയിൽ മരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. കാരണം അദ്ദേഹം മുഹാജിറാണ്. മുഹാജിറുകൾക്ക് മദീനയിൽ തന്നെ മരിക്കുകയാണ് വേണ്ടത്. മക്കയിൽ മരിച്ചുപോയാൽ അവരുടെ കർമ്മം പാഴായിപ്പോയി എന്ന ഒരു പേടി. കർമ്മം എന്ന് പറഞ്ഞാൽ ഹിജ്റ. അപ്പോൾ ഹിജ്റയുടെ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മക്കത്തുനിന്ന് മരിക്കരുത്. എന്തായിരുന്നാലും മക്കത്തുനിന്ന് മരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഈ ബേജാറും വെപ്രാളമൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നു, നബി, ഞാൻ ഒരു സമ്പന്നനാണല്ലോ, എനിക്കൊരുപാട് സ്വത്തും മുതലുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ദാനധർമ്മം ചെയ്യട്ടെ. ആകപ്പാടെ എനിക്കൊരു പെൺകുട്ടിയാണ് ഉള്ളത്. അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് അനന്തരാവകാശിയായിട്ട് ഒരു പെൺകുട്ടിയേ ഉള്ളൂ. പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സമ്പത്ത് എല്ലാം കൂടെ എടുക്കാൻ കഴിയില്ല. ഒരു പെൺകുട്ടിയായാലും 2 പെൺകുട്ടികളായാലും 10 പെൺകുട്ടികളായാലും പിതാവിൻ്റെ സമ്പത്തിൻ്റെ 2/3 മാക്സിമം എടുക്കുള്ളൂ, അല്ലെങ്കിൽ പകുതി. ബാക്കിയുള്ള സ്വത്തൊക്കെ ഇങ്ങനെ ഫ്രീ ആവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു. ഞാൻ വിശദീകരിക്കുകയല്ല, ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ മക്കയിൽ വെച്ചുകൊണ്ട് മരിക്കേണ്ടതില്ല, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മക്കയിൽ മരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചകൻ്റെ ആഗ്രഹമാണ്, സഅദ് ഇബ്നു അബീ വഖാസിൻ്റെയും ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ മക്കയിൽ നിന്ന് മരിക്കണ്ട എന്ന നിലക്ക് പ്രവാചകൻ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. നിങ്ങൾ ഇവിടെ നിന്നൊന്നും മരിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ സി എം മടവൂർ പറയുന്ന മാതിരിയല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആരും വിചാരിക്കണ്ട
ഓൻ മരിക്കൂല, അത് വേണ്ട എന്നൊക്കെ പറയുന്ന സൂഫി രീതിയല്ലേ പറയുന്നത്. അത് പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് മരിക്കൂല എന്ന നിലക്കുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അങ്ങനെ ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മരിക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാം കൂടി ദാനം ചെയ്യുന്നതിന് അർത്ഥമില്ല. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളെ സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശേഷക്കാരായ ആളുകൾക്ക് ആ സമ്പത്ത്, നിങ്ങൾ അനന്തരാവകാശികളായ ആളുകളുടെ കയ്യിലേക്ക് തന്നെ ആ സമ്പത്ത് വരണം. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ സാമ്പത്തിക ഇടപാട്. ഇന്നക അൻ തദറ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻ തത്റുകഹും ആലതൻ തതകഫഫു നാസ്. നീ മരിച്ചു പോകുമ്പോൾ നിന്റെ അനന്തരക്കാരായ ആളുകളെ സാമ്പത്തിക ശേഷിയുള്ളവരായ നിലക്ക് ഉപേക്ഷിച്ചിട്ടു പോകലാണ് അവരെ ആളുകളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് യാചിച്ച് കൈകാട്ടി എരന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ അവരെ ഉപേക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ട് പരമാവധി നിങ്ങളെ മക്കൾക്ക് തന്നെ ഇത് കിട്ടുന്ന രീതിയിൽ ചെയ്താൽ മതി. മൂന്നിൽ അങ്ങനെ അവസാനം പ്രവാചകൻ പറഞ്ഞു, ഇനി ദാനമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ദാനം എന്ന് പറയുന്നത് വസീയത്താണ്. ദാനം പല രീതിയിലുണ്ട്. അതിൻ്റെ ഒരു രീതിയാണ് വസീയത്ത്. നിങ്ങൾക്ക് 1/3 ഭാഗം വസീയത്ത് ചെയ്യാം. അദ്ദേഹം എല്ലാം കൂടി വസീയത്ത് ചെയ്യാൻ പുറപ്പെട്ടു. ആ പ്രവാചകൻ തടഞ്ഞു. പിന്നെ പറഞ്ഞു, എന്നാലും ഞാൻ 2/3 വസീയത്ത് ചെയ്യട്ടെ. അതും തടഞ്ഞു. എന്നാൽ ഞാൻ പകുതി, 2/1 വസീയത്ത് ചെയ്യട്ടോ, പറ്റൂല. എന്നാൽ പിന്നെ 3/1 ഓക്കെ. വസ്സുലുസ് കസീർ, അതെന്നെ ധാരാളമാണെന്ന് പറയുന്നത്. 3/1 നിങ്ങൾ വസീയത്ത് ചെയ്യുന്നത് തന്നെ ധാരാളമാണ്. എന്നാൽ തന്നെ നിങ്ങളെ മക്കൾക്കും നിങ്ങളെ മക്കളെ മക്കൾക്കും ഇതിൽ കിട്ടൽ കുറയും. അപ്പം അവർ പിന്നീട് ദരിദ്രന്മാരായി ആരാൻ്റെ മുമ്പിൽ കൈകാട്ടേണ്ട ഒരു ഗതി വരും. അപ്പം അതുകൊണ്ട് പിൻതലമുറക്കാരെ പരിഗണിക്കാത്ത, അല്ല ഓലൊന്നും ഇപ്പോൾ ജനിച്ചിട്ടില്ലല്ലോ, ഓലൊക്കെ ഇപ്പം ഉണ്ടാവോ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. മനുഷ്യന്മാർ ഇനിയും ഇവിടെ പെരുകും. അത് നിങ്ങളെ മക്കളുടെ മക്കൾ തന്നെ ആയിരിക്കും. നിങ്ങളെ വംശാവലിയിൽ തന്നെ ആളുകൾ വരാനിരിക്കുന്നു. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പിൻഗാമികളായ ആളുകൾ, സത്യസന്ധരായ സത്യവിശ്വാസികളായ പിൻതലമുറക്കാരുടെ ഒരു ഗുണവിശേഷണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, അവർ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. മുൻഗാമികളെ മറക്കാൻ പാടില്ല. മുൻഗാമികളെ എപ്പോഴും നമ്മൾ അനുസ്മരിക്കണം. അവരുടെ ഗുണഗണങ്ങൾ എടുത്തു പറയണം. അവരുടെ സേവനങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്ന് പറയുമ്പോഴേക്ക് ആണ്ടടിയന്തരം ഉണ്ടാക്കി ഉറൂസ് മുബാറക്ക് ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. അത് അനാചാരമാണ്. അതേ സമയത്ത് നമ്മൾ പല അവസരങ്ങളിൽ നമുക്ക് സംസാരിക്കാനും എഴുതാനും ജനങ്ങളുമായി ചരിത്രം പങ്കുവെക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ മുൻഗാമികളെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, നമ്മുടെ ഗുരുനാഥന്മാരെക്കുറിച്ച്, നമ്മുടെ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തന ഗോതയിൽ മുൻപ് കഴിഞ്ഞുപോയ നായകന്മാരെക്കുറിച്ച് പറയണം. ഈ ന്യായം വെച്ചിട്ടാണ് വേറെ ചില ആൾക്കാർ ഇവിടെ ആണ്ടും നേർച്ച ഉണ്ടാക്കുന്നത്. അത് പാടില്ല. നല്ല രീതിയിൽ അതൊക്കെ ചെയ്യണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും നല്ല പിൻഗാമികൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ തിരിച്ച് ഡീലിങ്ങുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഏകപക്ഷീയമായ ഡീലിംഗ് ഇസ്ലാമിൽ ഇല്ല. വാപ്പയ്ക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ മക്കളോട് ആദ്യം നല്ല നിലക്ക് നിൽക്കാൻ ബാപ്പമാർ പഠിക്കണം. ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പറയാം. ഞാൻ പലവട്ടത് പറഞ്ഞതുമാണ്. സ്വന്തം മക്കളോട് മര്യാദക്ക് നിൽക്കാത്ത ഈ ബാപ്പയോട് ഈ മക്കൾ എങ്ങനെ ഭാവിയിൽ നല്ല നിലക്ക് നിൽക്കുക? അത് പ്രതീക്ഷിക്കരുത്. അത് ഉണ്ടാവില്ല. അത് ഒരു സോഷ്യോളജിയും ഒരു സൈക്കോളജിയും അനുസരിച്ച് സംഭവിക്കാൻ പോകുന്നതല്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരാനുണ്ട്, പിന്നീട് പറയാം. അപ്പോൾ മുൻഗാമികൾ പിൻഗാമികൾക്ക് വേണ്ടി, മുൻഗാമികൾ പിൻഗാമികളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോകുക എന്നത് അവരുടെ ബാധ്യതയും കൂടെയാണ്. അപ്പോൾ പിൽക്കാലത്ത് വരുന്ന ആൾക്കാർ, പടച്ചോൻ എൻ്റെ വാപ്പ, എൻ്റെ വല്യാപ്പ
അവരെ വാപ്പ അവരൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പത്ത്, കൃഷി, വ്യവസായം, ഭൂമി, വീട്, കെട്ടിടങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അവരുടെ ഒരു ഔദാര്യം, അവരുടെ ഒരു കാരുണ്യം, അവർ നമ്മളോട് കാണിച്ച ഈ സ്നേഹം കൊണ്ട് ഇന്ന് നമ്മൾ നാട്ടുകാരെ മുമ്പിൽ ഇരക്കാതെ, അന്യമനുഷ്യന്മാരെ മുമ്പിൽ പോയി യാചിക്കാതെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം, ഒരു വകുപ്പ് എൻ്റെ വാപ്പ എനിക്കുണ്ടാക്കി തന്നിട്ടുണ്ട്, എൻ്റെ വല്ലിപ്പ എനിക്കുണ്ടാക്കി തന്നിട്ടുണ്ട്, എൻ്റെ ഉമ്മ എനിക്കുണ്ടാക്കി തന്നിട്ടുണ്ട്, എൻ്റെ വല്ലിമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് എനിക്ക് നന്ദി വേണം. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാലഘട്ടത്തിലുള്ള ഫക്കീറിനെയും മിസ്കിനെയും മാത്രമല്ല, വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ മനുഷ്യനെയും പരിഗണിച്ചുകൊണ്ട് വേണം നമ്മുടെ ഉപഭോഗ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒക്കെ ഹലാലല്ലേ, ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞ് വാരി വലിച്ച് വെട്ടി വിഴുങ്ങുക എന്നത് ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. ഹലാൽ ആയത് സമ്പാദിക്കൽ മാത്രമല്ല, ഹലാൽ സമ്പാദിക്കുന്നതോടൊപ്പം അത് ഹലാലായ വഴിയിൽ തന്നെ ചെലവഴിക്കണം. ഹലാലല്ലാത്ത വഴിയിലുള്ള സമ്പാദ്യം മാത്രമല്ല, വിതരണവും ഉപഭോഗവും വരെ ഇസ്ലാം കർക്കശമായി വിലക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അധ്യാപനങ്ങൾ അതിൽ കാണാൻ കഴിയും. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാം കൂടി വിഭവങ്ങൾ പുറത്തേക്കെടുത്ത് എന്താ പറയുക, ഒരു ഉപഭോഗ സംസ്കാരം ആധുനിക കാലത്ത് കാണുന്ന രീതിയിലുള്ള ഒരു ഉപഭോഗ സംസ്കാരം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, പരസ്യങ്ങളെ കൊണ്ട്, പരസ്യം വാങ്ങണമെന്ന് ഉദ്ദേശിക്കാത്തവനെ കൊണ്ട് കൂടി വാങ്ങിപ്പിച്ചുകൊണ്ട്, വാങ്ങിക്കോളി എന്ന് പറഞ്ഞ് ഓഫർ കൊണ്ടൊരു ഓഫർ. ഈ ഓഫറിന് പകരം സ്വതക്ക കൊടുക്കൂല. ഓഫർ കൊടുത്താൽ പ്രത്യേക കൂലിയൊന്നും കിട്ടൂല. 100 റുപ്യൻ്റെ സാധനം ഞാൻ 75 റുപ്യക്ക് വിൽക്കുകയാണ് ഓഫർ, മൂപ്പർക്ക് കച്ചവടം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ 100 റുപ്യക്ക് വിറ്റോളി, പക്ഷേ 25 റുപ്യ നിങ്ങൾ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് സദക്കായിട്ട് കൊടുക്കൂല. അതായത് ഈ പിശാച്ച് നമ്മളങ്ങോട്ട് വഞ്ചിക്കണം. ഓഫർ കൊടുത്താൽ മൂപ്പരെ പീടികയിൽ ആൾ വരിക എന്നുള്ള ഉദ്ദേശമാണുള്ളത്. എന്നാൽ ഇത് സദക്കയായി കൊടുക്കാനോ കടമായിട്ട് പോലും കൊടുക്കൂല. കടം, അൽ ഖർദുൽ ഹസൻ, മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ഖർദ് ഹസൻ കൊടുക്കൂല. അപ്പോൾ ഈ രീതിയിൽ വേണ്ടാത്ത ഉപഭോഗ സംസ്കാരം ഉണ്ടാക്കിക്കൊണ്ട് തിന്നോളി എന്ന് പറഞ്ഞ് വീണ്ടും തീറ്റിച്ച് വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ പരസ്യങ്ങളുടെ ലോകം. പരസ്യങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വ്യവസായമാണ്, പരസ്യ വ്യവസായം. ഇനി അതിന് വേറെ പരസ്യം കൊടുക്കണം. അതിൻ്റെ എല്ലാം എക്സ്പെൻസ് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ അത് ആഡ് ചെയ്യപ്പെടുകയാണ്. പൊതു ഉൽപാദന ചെലവിലേക്ക് പരസ്യ ചെലവ് കൂടി ആടാകുമ്പോൾ ഇത് ആരുടെ ചുമലിലാണ് വന്ന് വീഴുന്നത്? ഉപഭോക്താവിൻ്റെ. ഞാനും നീയുമാണ് അതിൻ്റെ വിഹിതം വെച്ചു കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഉപഭോഗ സംസ്കാരം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കരുത്. സ്വാഭാവികമായത് ഓക്കെ, സ്വാഭാവികമായി എനിക്ക് നല്ല വിശപ്പുണ്ടാകുമ്പോൾ 2 പൊറാട്ടെങ്കിലും കഴിക്കണം, അത് കഴിക്കും. അതേസമയത്ത് ഒരു വിശപ്പില്ലാത്തവനെ കൊണ്ട് തിന്നോ എന്ന് പറഞ്ഞ് തീറ്റിപ്പിക്കുന്ന ആ ഒരു പൊറോട്ട ഉണ്ടല്ലോ, ആ പൊറോട്ട ശരിയായ പൊറോട്ടയല്ല. അത് ശരിയായ ഇസ്ലാമിൻ്റെ ഉപഭോഗ സംസ്കാരമല്ല, അത് ശരിയായ കച്ചവടവും അല്ല. അതേസമയത്ത് വിശക്കുന്നവന് തിന്നണം, അവന് കൊടുക്കണം, അവന് വിൽക്കണം, അവന് കടം കൊടുക്കണം, അവന് ഒക്കെ ചെയ്യണം. അതിന് ഇസ്ലാം എതിരല്ല. അതേസമയത്ത് ആവശ്യമില്ലാത്ത ഉപഭോഗ സംസ്കാരം ചെയ്യാൻ പാടുള്ളത് അല്ല. കാരണം അടുത്ത തലമുറയെ ആണ് നിങ്ങൾ പട്ടിണിക്കിടുന്നത്. ചില ആൾക്കാർ പറയും അള്ളാഹുവിൻ്റെ റിസ്ക് എല്ലാവർക്കും ഉള്ളല്ലോ, വമാമിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. തൊള്ള കീറിയവൻ അന്നം കൊടുക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങളെന്തിനാ പേടിക്കണത്? അഫിസ്സമാഇ റിസ്ഖുകും, ആകാശത്തിൽ നിങ്ങൾക്കുള്ള ഭക്ഷണമുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളി, ആകാശത്തുനിന്ന് വരും. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ആകാശത്തിൽ ഭക്ഷണമുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞതിന് കൂടെ നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാഴാക്കി കളയരുത്, നിങ്ങൾ ദൂർത്തടിക്കരുത്. അല്ല, ആകാശത്തിൽ ലോഡ് കണക്കിന് സാധനം ആകാശത്തുണ്ടെങ്കിൽ ദൂർത്തടിക്കണേന് എന്താ കുഴപ്പം?
അപ്പം ഇത് അള്ളാഹു പറയുന്നതിൻ്റെ കൂടെ സമഗ്രമായ നിലക്ക് വായിക്കണം. അള്ളാഹു ഇത് മാത്രമല്ല പറഞ്ഞത്, വേറെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന റൊട്ടിയുടെ കഷ്ണം താഴെ വീണാൽ ഇദാ സഖത്തത്ത് ലുഖ്മത്തു അഹദിക്കും ഫൽയഖുദ്ഹാ വൽയുമിത് അൻഹൽ ഹദാ വൽയകുൽഹാ, അത് പൊക്കിയെടുത്ത് നിങ്ങൾ വായിലിട്ട് കഴിക്കണം വൃത്തിയാക്കിയിട്ട്. അല്ല, ആകാശത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത് വൃത്തിയെടുക്കണത്? ഇതങ്ങ് ചവിട്ടിച്ചാ പോരാ. ആകാശത്ത് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞവനാണ് ഇതും പറഞ്ഞത്. അതുകൊണ്ട് ഭാവി തലമുറ പട്ടിണിയിലാവില്ല എന്നൊന്നും പറഞ്ഞ് യുക്തിവാദം പറഞ്ഞുകൊണ്ട് അത്തരം പരിപാടികളൊന്നും നടത്താൻ പാടില്ല. നിങ്ങൾ നോക്കി, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഉൽപ്പാദനത്തിൻ്റെ വളരെ ഭയാനകമായ ഉൽപ്പാദന രീതികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്രോൾ, ഞാൻ അങ്ങോട്ടേക്കൊക്കെ കാട് കയറിപ്പോയാൽ കുറേ സമയം കടന്നു പോകും. പെട്രോളൊക്കെ കുഴിച്ചെടുത്തിട്ട് ഇനി ഭൂമിൻ്റെ അടിയിൽ ഒന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ മുഴുവനും എന്തിനാണ് ഇങ്ങനെ വാരിക്കോരി എടുക്കുന്നത്? അവിടെ നിന്നോട്ടെ, ഇവിടുത്തെ ആവശ്യങ്ങൾക്കുള്ളത് കിട്ടിയാൽ പോരെ. ഇപ്പോഴത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളത് കിട്ടണം. എന്നാൽ എല്ലാം കൂടി എടുത്ത് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വില കുറച്ചു കൊടുത്ത്, എന്നാൽ ആ വില കുറവ്, ആ വിലക്കുറവ് യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളായ ഞാനും നിങ്ങളും അത് ആസ്വദിക്കുന്നുണ്ട്. അതില്ലതാനും. ഇത് ആസ്വദിക്കുന്നത് മുഴുവനും ഒരു കറക്ക് കമ്പനിയാണ്, കുറച്ചാളുകൾ, ഒരു ബിസിനസ് ലോബിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്നും പെട്രോളിന് 150 റുപ്യ കൊടുക്കുന്നത്, ഇന്നും 150 റുപ്യ കൊടുക്കുന്നു. ഈ രീതിയിലുള്ള ഒരു ഉപഭോഗ സംസ്കാരത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആവശ്യത്തിനുള്ളത് കുഴിച്ചെടുക്കുക, ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് അവിടെ നിന്നോട്ടെ. അത് പിന്നെ ഇവിടെ ആൾക്കാർ വരാനല്ലേ, അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്കും വാഹനം ഓടിക്കണം, അവർക്കും യന്ത്രങ്ങളും മോട്ടോറുകളും പ്രവർത്തിക്കണം. അതിന് എണ്ണ വേണം. ആ എണ്ണ ഭൂമിയുടെ അടിയിൽ അവിടെ കിടന്നോട്ടെ. എന്തിനാ എല്ലാം കൂടി സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി എടുത്തിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കി പിന്നെ അതിൻ്റെ പേരിൽ പിടിച്ചു പറയും, പൂഴ്ത്തിവെപ്പും കൊള്ളലാഭവും. ഇത് ഉണ്ടാകാൻ പാടില്ല. ഉൽപാദന രംഗത്ത് എല്ലാവരെയും പരിഗണിക്കണം. ഉള്ളതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം, ഉള്ളതിനെ വളർത്തിക്കൊണ്ടുവരണം. അല്ലാതിരുന്നാൽ അത് തുരുമ്പെടുത്തു പോകും, അത് നശിച്ചു പോകും. അക്കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാലിക വിഷയമാണ് വഖഫിൻ്റെ പ്രശ്നം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 400 ഏക്കറിലധികം ഭൂമി കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളായ ആളുകൾ ഒരു ഹലാലായ സംരംഭത്തിന് വേണ്ടി എന്നല്ല, ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി, ഹലാൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി, അഥവാ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് വൈജ്ഞാനികമായ പുരോഗതിയും ഉന്നമനവും ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംവിധാനം ഫറൂഖ് കോളേജ്. അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, യശസ്സിന് വേണ്ടി എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടുള്ള വഖഫ്, അഥവാ അതൊരു പുണ്യകർമ്മമാണ്. 400 ഏക്കറിലധികം. അത് മുഴുവനായിട്ടും വഖഫാണോ അല്ലേ അതൊന്നും എനിക്കറിയില്ല കൃത്യമായിട്ട്, അതൊക്കെ പഠിച്ചു പറയേണ്ട വിഷയങ്ങളാണ്. പക്ഷെ പൊതുവിൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, അത് ഇപ്പോൾ ഇന്ന് അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ. അന്യാധീനപ്പെടാൻ പാടില്ലല്ലോ. വഖഫ് ഒരിക്കലും അന്യാധീനപ്പെടാൻ പാടില്ല. വഖഫിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് വളരെ കണക്റ്റഡാണ് ഇത് വഖഫിൻ്റെ നിയമം. കാരണം വഖഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? വഖഫ് എന്ന് പറയുന്നത് സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു സമ്പത്തിനെ മോചിപ്പിച്ചെടുക്കലാണ്. സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ, നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്പത്തിൻ്റെ പ്രകൃതിയുടെ മുഴുവൻ യഥാർത്ഥ ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. എന്നാൽ അല്ലാഹു തൻ്റെ സാമ്പത്തികത്തിൽ, അല്ലാഹു തൻ്റെ പ്രകൃതി വിഭവങ്ങളിൽ മനുഷ്യന്മാർക്കും ഒരു പരിമിതമായ ഉടമസ്ഥാവകാശം നൽകിയിട്ടുണ്ട്. ഹലാലായ രീതിയിൽ സമ്പാദിക്കുകയാണെങ്കിൽ വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കും ഉടമസ്ഥാവകാശം ആവാം. സമുദ്രത്തിൽ പോയി ഞാൻ ഒരു മത്സ്യം പിടിച്ചുകൊണ്ട് വന്നാൽ അത് ഞാൻ പിടിക്കുന്നത് വരെ എല്ലാവർക്കും ഉള്ളതാണ്. അറബിക്കടലിലുള്ള മത്സ്യങ്ങൾ എല്ലാ മനുഷ്യർക്കുള്ളതാണ്. എന്നാൽ ഞാനതിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെതായി. അത് ഉടമപ്പെടുത്താനുള്ള അവകാശം എനിക്ക് തന്നിട്ടുണ്ട് അല്ലാഹു. അതുപോലെ തന്നെ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്.
തരിശ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള ഭൂമി അത് ഏത് മനുഷ്യർക്ക് കൊടുക്കാം, അതിനുള്ള വഴിയുണ്ട്. എന്നാൽ ഒരാൾ അതിര് കെട്ടിയിട്ട് ഭൂമി എൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുകയും അവിടെ കൃഷി ഇറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി അദ്ദേഹത്തിൻ്റെതായി, സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് വന്നു. അങ്ങനെ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാരും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാരും ഈ പ്രകൃതിയിലെ മുഴുവൻ വിഭവങ്ങളും സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവന്നു എന്ന് വെക്കുക. കൊണ്ടുവരാലോ, ഹലാലായ നിലക്ക്. എല്ലാവരും കടലിലിറങ്ങി എല്ലാ മീനും പിടിച്ച്, എല്ലാവരും അധ്വാനിച്ച് നാട്ടിലുള്ള വൃക്ഷങ്ങളും തടിമരങ്ങളും അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളും കരിങ്കല്ലുകളും എണ്ണകളും എല്ലാം ഓരോരുത്തരും ഉടമപ്പെടുത്തി എന്ന് വെക്കുക. ഹലാലായ നിലക്ക് ഉടമപ്പെടുത്താലോ. എന്നാൽ ആർക്കാണ് ഇത് ഉടമപ്പെടുത്താൻ കഴിയുക? നല്ല കൗശലമുള്ള, ബുദ്ധിശേഷിയുള്ള, അധ്വാന ശക്തിയുള്ള, വിദ്യാഭ്യാസമുള്ള, അതുപോലെ മൂലധനമുള്ള ആളുകൾക്ക് ഇത് ഉടമപ്പെടുത്താൻ കഴിയുള്ളൂ. ഉള്ളവനെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മൾ പറയുന്നുണ്ടല്ലോ പണ്ടേ, ഉള്ളവർക്ക് എന്നും ഉണ്ടാകും, ഇല്ലാത്തവർ ബേക്കോട്ട് പോകും. അപ്പോൾ സ്വകാര്യ ഉടമസ്ഥതയെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉടമപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മൾ പുരുഷന്മാരെ പോലെ ഉടമപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ അംഗവൈകല്യമുള്ളവർ, ശാരീരിക ശേഷിയില്ലാത്തവർ, അതുപോലെ ബുദ്ധിശേഷിയില്ലാത്തവർ, അവർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ളത് പോലും ഉടമപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഉടമപ്പെടുത്താനുള്ള സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് ഇസ്ലാമിൽ അനുമതി ഉണ്ടെങ്കിലും സമൂഹത്തിലെ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ഇതിലൊക്കെ വലിയ റോൾ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറന്തള്ളപ്പെടും. ഉള്ളവർ പിന്നെയും ഉണ്ടാക്കി ഇത് മറ്റേ തണ്ടാടി വലട്ട മാതിരിയാണ്. വല ഇങ്ങനെ വലിച്ചിട്ട് എല്ലാം കൂടി എൻ്റെ വലയിലേക്ക് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നും ഇല്ലതാനും. ഹലാലായ നിലയ്ക്ക് ആർക്കും ഉണ്ടാക്കാം. പക്ഷേ ആരെയും ആക്രമിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല. അങ്ങനെ ഹലാലായ നിലയ്ക്ക് എല്ലാ പരലുകളെയും എൻ്റെ വലയിലേക്ക് ഞാനിങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഹലാലായ നിലയ്ക്ക് അള്ളാഹു അവിടെ ഇടപെടും. ഹലാലായ നിലയ്ക്ക് ഈ മുതലാളിയുടെ ചുമലിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു കൊടുക്കും. ഈ നാട്ടിലൊരു പ്രളയമുണ്ടായാൽ അതിന് ഒന്നാം പ്രതി നിങ്ങൾ തന്നെ. നാട്ടിലുള്ള ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കൽ നിങ്ങൾ ചെയ്യണം. നാട്ടിൽ പള്ളി ഇല്ലെങ്കിൽ പള്ളി നിങ്ങളുണ്ടാക്കി കൊടുക്കണം. കാരണം നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അനുമതി ഞാൻ തന്നതാ. എൻ്റെ സമ്പത്തിൽ, എൻ്റെ പ്രകൃതി വിഭവങ്ങളിൽ ഹലാലായ നിലയ്ക്ക് എത്രയും സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഞാൻ അനുമതി തന്നു. അതിനുള്ള കായിക ബലം തന്നു, ബുദ്ധിശേഷി തന്നു, അവസരങ്ങൾ തന്നു. അങ്ങനെ നിങ്ങളുണ്ടാക്കി, ആയിക്കോട്ടെ, നമ്മളെതിരല്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ ടാക്സ് വാങ്ങും. ടാക്സ് ഇല്ലേ? ഇവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ സ്പീഡ് കൂടിയ റോട്ടുമ്പിലൂടെ പോകണമെങ്കിൽ ടാക്സ് കൊടുക്കണം. ടാക്സ് ഒന്നും കൊടുക്കാനാവില്ലേ? കുണ്ടും കുയ്യുള്ള റോട്ടിൽ കൂടെ പോയിക്കൊള്ളി. ആ വ്യവഹാരം ഇവിടെയുമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വലിയ മുതലാളിയാണോ? ആയിക്കോട്ടെ. നിങ്ങൾ ലോകത്തെ ഏക സമ്പന്നനാണോ? ആയിക്കോട്ടെ, നമ്മളിതിരല്ല. സമ്പന്നന്മാർ എത്രത്തോളം എണ്ണം കുറയുന്നുവോ, കോടീശ്വരന്മാരുടെ എണ്ണം എത്ര കുറയുന്നുവോ അത്രത്തോളം അവരുടെ ഉത്തരവാദിത്വം കൂടുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. കോടീശ്വരന്മാരുടെ എണ്ണം കൂടുന്നുവോ നാട്ടിലെ സമ്പന്നന്മാർ, നമ്മളെ ഇടവണ്ണപ്പാറയിലുള്ള സമ്പന്നന്മാരൊക്കെ ഏകദേശം ഈക്വലാണ്. എല്ലാവരും കോടീശ്വരന്മാരാണ്. അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു പള്ളിയല്ല 10 പള്ളി വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും. മദ്രസ, കുട്ടികളെ കെട്ടിക്കുന്ന പ്രശ്നം തന്നെ ഇല്ല. എത്തിയും കുട്ടികളെ പ്രശ്നം തന്നെ, ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. അപ്പം എല്ലാവരും കോടീശ്വരന്മാരായാൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ആളുകളാണ് കോടീശ്വരന്മാരുണ്ടാവുക. അത് ഒരവകാശമാണ്, നമ്മളാരും എതിർക്കുന്നില്ല, ഹലാലാണ്. പക്ഷേ അവർ ടാക്സ് കൊടുക്കണം. ആ ടാക്സ് എന്ന് പറയുന്നത് 2.5% സക്കാത്ത് കൊടുത്താൽ പോരാ. 2.5% സക്കാത്ത് എന്ന് പറയുന്ന ടാക്സ് അത് കൊടുക്കണം, യാതൊരു സംശയമില്ല. അത് കോടീശ്വരനും കൊടുക്കണം, അല്ലാത്തവനും കൊടുക്കണം. എന്നാൽ കോടീശ്വരന്മാർക്ക് അതിൻ്റെ പുറമേ ടാക്സുകളുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പോലത്തെ ടാക്സ് അല്ല ഞാൻ പറയുന്നത്. അത് മറ്റൊരു വിഷയമാണ്, എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ടാക്സ്, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ നിങ്ങൾ നൽകേണ്ട ടാക്സ്, അത് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ
എല്ലാവരും കൂടെ ഹലാലായ വഴിക്ക് ഇങ്ങനെ സമ്പാദിച്ച് സ്വകാര്യ ഉടമസ്ഥതയിലാക്കുമ്പോൾ ഇവിടെയുള്ള ഭൗതിക വിഭവങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു റോളും ഉണ്ടാവില്ല. ഒരു 10 സെന്റ് ഭൂമി എനിക്കും എൻ്റെ കുട്ടികൾക്കും ഇല്ല. കാരണം ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല, പാവപ്പെട്ടവർക്കില്ല. എനിക്ക് മൂലധനമില്ല, ക്യാപിറ്റൽ ഇല്ല. ഒരു ബിസിനസ് നടക്കണമെങ്കിൽ ക്യാപിറ്റൽ വേണ്ടേ? ക്യാപിറ്റൽ ഇല്ല. അങ്ങനെയുള്ള ഒരു ഗതി ഇവിടെ വരും. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഏകദേശം സിമ്പിളി അറിയുന്ന കാര്യമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമി പോലെയുള്ള ഒരു വസ്തു. ആ വസ്തു ഞാൻ ഇന്ന സംഗതിക്ക് വേണ്ടി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വഖഫ് ആയി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഏക്കർ ഭൂമി, ഒരു 100 ഏക്കർ ഭൂമിയുള്ള ഒരാൾ 1 ഏക്കർ ഭൂമി ഈ നാട്ടിലെ പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് വേണ്ടി, മുസ്ലിം പാവങ്ങൾക്ക് വേണ്ടി എന്ന് കരുതിയാൽ ആ 1 ഏക്കർ ഭൂമിയിൽ ശരിക്കും മനസ്സിലാക്കണം, ആ 1 ഏക്കർ ഭൂമിയിൽ കൈവക്കാൻ ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും കഴിയില്ല. കണ്ടോ? സ്വകാര്യ ഉടമസ്ഥത ക്യാൻസലായി. ഞാനിനി ഹലാലായ അധ്വാനിച്ച് എൻ്റെ മൂലധനം പറ്റില്ല. ഈ 1 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥത സമ്പൂർണമായി നേരത്തെ ആർക്കായിരുന്നു? അള്ളാഹുവിനായിരുന്നു. രണ്ടാമത് വീണ്ടും അത് അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി. ഇനി അള്ളാഹു അതിൻ്റെ അധികാരം ഒരാൾക്കും കൊടുക്കൂല. ഇപ്പോൾ ഇതിൻ്റെ അധികാരം എനിക്ക് അള്ള തന്നതാണ്, ഇതെൻ്റെ സാധന. അള്ളാഹു എനിക്ക് അധികാരം തന്നതുകൊണ്ട് ഇതെൻ്റെ സാധന. ഞാനിതങ്ങോട്ട് വഖഫാക്കണം. ഇത് ഞാൻ ഈ പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുമ്പോൾ കണ്ണ് കാണാത്ത ആളുകൾക്ക് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഞാനിത് വഖഫാക്കിയാൽ ഇനി മേലാൽ ഈ സാധനം പ്രൈവറ്റായിട്ട് ഉടമപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എനിക്കും പറ്റൂല, എൻ്റെ മക്കൾക്കും പറ്റൂല, ഈ പള്ളി കമ്മിറ്റിക്കും പറ്റൂല. അത് ഈ നീയത്തോടു കൂടി അത് വഖഫ് ചെയ്യുന്ന ആൾക്കൊരു നീയത്തുണ്ടാവും. ഈ പള്ളിയിൽ വന്ന് ഓതുന്ന ആളുകൾ നീയത്ത് ചെയ്താൽ ഈ പള്ളിയിലേ പറ്റുള്ളൂ, അപ്പുറത്തെ പള്ളിയിൽ പറ്റൂല. ഉണ്ടോ? അപ്പോൾ സ്വകാര്യ ഉടമസ്ഥത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമായിരുന്നു. അത് ഈ പ്രകൃതി വിഭവങ്ങളിൽ മുഴുവനുണ്ട്. ആ ഔദാര്യം അവനവൻ്റെ കഴിവനുസരിച്ച. എന്നാൽ ഈ ഔദാര്യം എല്ലാവരും കൂടി അങ്ങോട്ട് വാരി വലിച്ചെടുത്താൽ ഹലാലായി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ യോഗ്യതയും കഴിവുമില്ലാത്ത, ശേഷിയില്ലാത്ത ആളുകൾക്ക് പിന്നെ ഒന്നും കിട്ടാത്ത ഒരവസ്ഥ വരും. അപ്പം അവർക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുന്ന ഒരു ബദൽ സംവിധാനമാണ് ഇത്. നിങ്ങൾ വഖഫ് ചെയ്യണം. വഖഫ് ചെയ്താൽ നിങ്ങൾക്ക് പരലോകത്ത് അതാണ് ജാരിയായ സ്വതക്ക. ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോയി, 3 എണ്ണം ഒഴികെ. സ്വതക്കത്തിൻ ജാരിയ. ഒന്നാമത് പ്രവാചകൻ പറയുന്നു, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാനമാണ്. എന്താ മുറിഞ്ഞു പോകാത്ത ദാനം? പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വഖഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നരകത്തിലിടും എന്നൊന്നുമല്ല. നിങ്ങൾക്ക് പ്രോത്സാഹനം തരികയാണ്. എന്ത് ചില്ലറ പ്രോത്സാഹനമല്ല, വലിയ പ്രോത്സാഹനം. നിങ്ങൾ മരിച്ച് ഖബറിൽ കിടന്നാൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കൂലി എന്നാണ് പറഞ്ഞത്. അപ്പം ആർക്കാണ് ഈമാനിൻ്റെ തരിമ്പ് ഹൃദയത്തിലുള്ളവൻ വഖഫ് ചെയ്യാൻ പ്രേരിതനാകും. ചാടി വീണിട്ട് വഖഫ് ചെയ്യും. കാരണം ഇത് നിസ്കാരം പോലെയല്ല, നോമ്പ് പോലെയല്ല. നിസ്കാരം കഴിഞ്ഞതോടുകൂടി അത് കഴിഞ്ഞു, അത് റെക്കോർഡായി. ഇനി അവിടെ റെക്കോർഡ് വേറെ വരുന്നില്ല, അത് അടച്ചു വെച്ചു. എന്നാൽ നിങ്ങളുടെ വഖഫ് കൊണ്ട് നിങ്ങളുടെ റെക്കോർഡ് അവസാനിക്കുന്നില്ല. ഖിയാമത്ത് നാൾ വരെ അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ പ്രവാചകൻ പ്രോത്സാഹനവും മോട്ടിവേഷനും കൊടുക്കുമ്പോൾ ആളുകൾ സ്വയം പ്രേരിതരായിക്കൊണ്ട് വഖഫ് ചെയ്യും. വഖഫ് ചെയ്യുമ്പോൾ നേരത്തെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്വകാര്യ ഉടമസ്ഥാവകാശം ക്യാൻസലായി. ആ 10 ഏക്കർ ഭൂമിയിൽ ഇനി ഒരാൾക്കും അനന്തരമെടുക്കാൻ പറ്റില്ല. ആ 10 ഏക്കർ ഭൂമി ഒരാൾക്കും സൗജന്യമായി കൊടുക്കാൻ പറ്റില്ല. ആ 10 ഏക്കർ ഭൂമി ഒരാൾക്കും വിൽപ്പന നടത്താൻ പറ്റില്ല. ആ 10 ഏക്കർ ഭൂമി തരിശാക്കി ഇടാൻ പറ്റില്ല. ആ 10 ഏക്കർ ഭൂമി ഗവൺമെന്റിന് കണ്ടുകെട്ടാൻ അവകാശമില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിനില്ല. എന്നിട്ടല്ലേ മറ്റുള്ള രാഷ്ട്രങ്ങൾ? ഇസ്ലാമിൻ്റെ ഭരണാധികാരിക്ക് പോലും, മുസ്ലിം രാജ്യത്തിൻ്റെ തലവന് പോലും ഇങ്ങനെയുള്ള വഖഫിൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുക്കുന്നില്ല. കടുത്ത തെറ്റാണ്. കാരണം അത് ഒരാളുടെയും പ്രോപ്പർട്ടി അല്ല, അള്ളാഹിൻ്റെ പ്രോപ്പർട്ടിയാണ്. നേരത്തെ അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു, പിന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു, വീണ്ടും അത് അള്ളാഹുവിലേക്ക് പോയി.
ഇനി മറ്റൊരു സ്റ്റാറ്റസ് അതിനുണ്ടാവില്ല. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തത്? ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കാനിരിക്കുന്ന ആളുകൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലാത്ത വിഭവങ്ങൾ ഇവിടെ വേണം. പാവപ്പെട്ടവർക്ക് വേണ്ടി 10 ഏക്കർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കൊക്കെ അതിൽ അവകാശമുണ്ട്. എൻ്റെ വാപ്പ എനിക്ക് അനന്തരം ഇട്ടിട്ടില്ലല്ലോ, പ്രശ്നമല്ല. എൻ്റെ വാപ്പൻ്റെ വേണ്ട, അള്ളാൻ്റെതുണ്ട്. ഉണ്ടോ? അള്ളാൻ്റെതുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള പിൻതലമുറകൾക്ക് മാംസം വേണം, മത്സ്യം വേണം, ഭക്ഷ്യവസ്തുക്കൾ വേണം, താമസിക്കാൻ വീട് വേണം, ഭൂമി വേണം. അതെല്ലാം വഖഫാക്കാം. കറൻസി നോട്ടുകൾ വരെ വഖഫ് ചെയ്യാം. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഷാഫി മദ്ഹബ്, ഇങ്ങനെ കുറേ മദ്ഹബിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്. മദ്ഹബൊന്നും അല്ല ഇപ്പം നമ്മുടെ ചർച്ച. ഷാഫി മദ്ഹബ് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ കറൻസി നോട്ടുകൾ വരെ വഖഫ് ചെയ്യൽ അനുവദനീയമാണ് എന്ന് ഉത്തരവാദപ്പെട്ട മദ്ഹബ് ഉണ്ട്. കാരണം അത്ര വിശാലമാണ് വഖഫിൻ്റെ. ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഭൂമി മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബിൽഡിങ് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ അനക്കാനും നീക്കാനും പറ്റാത്ത എന്താ നമ്മൾ പറയാ, റിയൽ എസ്റ്റേറ്റ്, അറബിയിലെ അഖാറാത്ത് എന്നൊക്കെ പറയും. റിയൽ എസ്റ്റേറ്റുകൾ മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ടെങ്കിലും അങ്ങനെ ഒരു ഇരുമ്പൊലക്കയില്ല. ഏത് സംഗതിയും വഖഫ് ചെയ്യാം. അപ്പോൾ കറൻസി നോട്ടുകൾ, നാണയങ്ങൾ, ഡോളറുകൾ, രൂപ വഖഫ് ചെയ്താൽ അതിപ്പോൾ എങ്ങനെ നമ്മൾ ഉപകാരം എടുക്കുക? രൂപ തിന്നാൻ പറ്റുമോ? രൂപൻ്റെ മുകളിൽ കടന്നുറങ്ങാൻ പറ്റുമോ? രൂപ കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ചെറിയൊരു സൊല്യൂഷന് വേണ്ടി ഞാൻ പറയാം. കാരണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ചെറിയൊരു സൊല്യൂഷന് വേണ്ടി ഞാൻ പറയാം. ഒരാൾ 1 കോടി രൂപ വഖഫ് ചെയ്യാണ്. ഭൂമിയല്ല, വീടല്ല. എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ട്, ഹലാലായ പൈസയാണ്. അത് എനിക്കും എൻ്റെ കുട്ടികൾക്കൊന്നും ആവശ്യമില്ല. എൻ്റെ കുട്ടികൾക്കുള്ളപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 1 കോടി രൂപ ഖിയാമത്ത് നാൾ വരെ എനിക്ക് എൻ്റെ ഖബറിലേക്ക് കൂലി കിട്ടാൻ വേണ്ടി ഞാനൊരു വഖഫ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഷാഫി മദ്ഹബിൽ പറ്റൂല, പക്ഷേ മറ്റ് മദ്ഹബുകളിൽ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ അവിടെ ചെയ്യുക? ഈ 1 കോടി രൂപ എന്തായാലും തിന്നാൻ പറ്റൂല, അത് പള്ളിക്ക് ചുമരാക്കി വെക്കാൻ പറ്റൂല, ഒന്നിനും പറ്റും. ഇപ്പം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നെ അറിയാലോ. 1 കോടി രൂപ കൊണ്ട് എങ്ങനെയാണ് അതിനെ ചൂഷണം ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്? എങ്ങനെ? ഇതുകൊണ്ട് കിട്ടുന്ന ഉപകാരം എന്താ? ഒരുപാട് ഉപകാരമുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇതുകൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരമാണ് കടം കൊടുക്കുക. കടം എന്നത് ഉപകാരമല്ലേ? കടം ഉപകാരമാണ്. 1 കോടി രൂപ ഇവിടെയുണ്ട്, ഞാൻ വഖഫ് ചെയ്യാം. എന്താ ഞാൻ വഖഫ് ചെയ്യുമ്പോൾ എനിക്ക് തീരുമാനിക്കാം. വഖഫ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ രീതി എങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെയാണ് ഉപകാരം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ തീരുമാനപ്രകാരമേ അത് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ വഖഫാക്കുന്നു 1 കോടി രൂപ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കടമായിട്ട് കൊടുക്കാനാണ് ഞാൻ വഖഫാക്കുന്നത്. കടം എന്ന് പറഞ്ഞാൽ എന്താ? കടം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ പാവപ്പെട്ട ആളുണ്ട്, അയാൾക്ക് വീട് വെക്കാൻ പൈസ ഇല്ല. ഒരു വീട് വെക്കണമെങ്കിൽ 1 കോടി രൂപ വേണം. ഉദാഹരണം പറയാം, അയാൾ വീട് വെക്കാൻ വേണ്ടി 1 കോടി രൂപ കടം ആവശ്യപ്പെടുന്നുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാൽ അത് തിരിച്ചു തരും. അങ്ങനത്തെ വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ, എങ്കിൽ അയാൾക്ക് കൊടുക്കണം ഈ 1 കോടി രൂപ. ആണോ? അയാൾ ആ 1 കോടി രൂപ കൊണ്ട് വീടുണ്ടാക്കി. ഇനി അതിൻ്റെ ഡേറ്റ് ആകുമ്പോൾ 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ ആ കാശ് വീണ്ടും എനിക്ക് തിരിച്ചു തരണം. വഖഫ് ചെയ്തത് ഞാനാണ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കണം. അത് എൻ്റെ പൈസയല്ല, ഞാൻ വഖഫ് ചെയ്ത പൈസയാണ്. അതെനിക്ക് തിരിച്ചു തരണം. എന്നിട്ട് അടുത്ത ആൾക്ക് കടം കൊടുക്കണം. കണ്ടോ? അപ്പം കറൻസി കൊണ്ടുള്ള ഒരു ഉപകാരമാണ് കടം കൊടുക്കാൻ കഴിയുക എന്നത്. കറൻസി കടം കൊടുക്കാൻ പറ്റും, തിന്നാൻ പറ്റൂല, ശരിയാണ്. കടം കൊടുക്കാൻ പറ്റും. ആ കടം കിട്ടിയാൽ, അയാൾക്ക് കടം കിട്ടിയാൽ ആ പൈസ കൊണ്ട് അയാൾക്ക് വീടെടുക്കാം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വഖഫ് ചെയ്യുന്നത് ഈ കടലാസ് കഷ്ണങ്ങളല്ല, മറിച്ച് ഇതിൻ്റെ ഉപകാരമാണ്. ഈ കടലാസ് കഷ്ണങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നിനും പറ്റൂല. എന്നാൽ ഇതിനൊരു മൂല്യമുണ്ട്, ആ മൂല്യത്തിന് ഉപകാരമുണ്ട്. ആ ഉപകാരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വഖഫ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഈ പണം ഇവിടെ കടന്നിട്ട്
കടമായിട്ട് ഇങ്ങനെ റോളാവും. പല ആളുകളും കടം വാങ്ങിക്കൊണ്ടു തിരിച്ചു കൊണ്ടുവരും, പിന്നെയും കൊടുക്കും. ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഉപകാരം കിട്ടി. ഇത് ഒരു ഉദാഹരണമാണ്. വേറെയും ഒരുപാട് ഉദാഹരണം ഇതിലുണ്ട്. എൻ്റെ പ്രധാന വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പം അത് ചെയ്യാം. അപ്പം പിന്നെ അവിടെ ചോദ്യം, ഈ കടം കൊടുത്തോൻ ഇത് തിരിച്ചു തന്നില്ലെങ്കിലോ? ഈ കടം കൊടുത്ത് നമ്മളിപ്പോൾ 1 കോടി ഉറുപ്പിക ഒരാൾക്ക് കടം കൊടുക്കാൻ വേണ്ടി നിലക്ക് വഖഫാക്കിയതാണ്, ഓനത് കൊണ്ടുപോയി തിരിച്ചു തന്നില്ല, അപ്പോൾ നാശമായിപ്പോയി എന്ന് വെക്കുക. അപ്പം പിന്നെ അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെ തന്നെ അല്ലേ? അത് ഈ കടത്തിൽ മാത്രമല്ലല്ലോ. കടത്തിൽ മാത്രമല്ല, കറൻസിയിൽ മാത്രമല്ല, ഏത് വിഷയത്തിലുണ്ടാവാം. ഞാനിപ്പോൾ ഒരു കണ്ണട വഖഫ് ചെയ്തു, ഒരു പള്ളിയിൽ കണ്ണട വഖഫ് ചെയ്തു, അത് ഒരാൾ നാശാക്കി കളഞ്ഞു, ഒരാളെ നശിപ്പിച്ചു. എന്താ ചെയ്യാനാ? ആ നശിപ്പിച്ചവൻ അള്ളാഹിന്റെ അടുക്കൽ ഉത്തരവാദിയാണ്. എന്നതുപോലെ ഞാൻ കടം കൊടുക്കാൻ വേണ്ടി വഖഫ് ചെയ്ത 1 കോടിയുടെ കറൻസി നോട്ടുകൾ ഒരുത്തൻ അത് കടമായിട്ട് വാങ്ങിക്കൊണ്ട് തിരിച്ചു തന്നില്ല, ഞാൻ ഉത്തരവാദിയല്ല. അത് ബോധപൂർവം അവൻ ചെയ്തതാണെങ്കിൽ അവൻ അള്ളാഹിനോട് മറുപടി പറയണം. ഞാൻ ഈ പള്ളിക്ക് വേണ്ടി ഒരു 4 വീലർ, ഒരു വാഹനം, ടാക്സി ഓട്ടാൻ വേണ്ടിയിട്ട് ഒരു ജീപ്പോ കാറോ വഖഫ് ചെയ്തു. ആ കാറ് ഒരുത്തൻ കൊണ്ടുപോയിട്ട് ബോധപൂർവം നശിപ്പിച്ചു, ആക്സിഡൻറ്റിലാക്കി, അല്ലെങ്കിൽ അറിയാതെ ആക്സിഡൻറ്റിലായിപ്പോയി, അത് നശിച്ചുപോയി. അതിനെന്ത് ചെയ്യാനാ? അപ്പം അത് കറൻസിയിൽ മാത്രമല്ല, നശിച്ചു പോകലും നശിപ്പിക്കലുമൊക്കെ ഏത് പ്രോപ്പർട്ടിയിലും ഉണ്ടാകും. അത് ബോധപൂർവമാണോ അവൻ കുറ്റവാളിയാണ്, അത്രയേ ഉള്ളൂ. അപ്പം ഇത് അതിൻ്റെ ഒരു രീതിയാണ്. എല്ലാ ആളുകളിലേക്കും ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളുകളിലേക്കൊക്കെ അവർ അർഹിക്കുന്ന അവകാശം അവർക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള ബദൽ സംവിധാനങ്ങൾ അള്ളാഹു ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് സക്കാത്ത് മാത്രമല്ല, സാധാരണ ദാനധർമ്മങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഒരു ഭാഗമാണ് വഖഫ് എന്നത്. തലമുറകൾക്ക് ഇവിടെ ജീവിക്കണം. അതുകൊണ്ട് ഭൂമിയിലുള്ള മുഴുവൻ സാധനങ്ങളും ഓരോരുത്തർ സ്വന്തം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഉടമസ്ഥതയിലാക്കുമ്പോൾ അവിടെ ഒരു നിയന്ത്രണം, ലീഗലായ നിലക്ക് തന്നെ, നിയമപരമായിട്ടുള്ളൊരു നിയന്ത്രണം തന്നെ അവിടെ ഉണ്ടാക്കണം എന്നതാണ് വഖഫിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ്. അപ്പം പിന്നെ അത് അന്യാധീനപ്പെട്ടു പോവുക, അത് അന്യമതസ്ഥരായ ആളുകൾ കയ്യേറിപ്പോവുക, ഗുണ്ടസംഘങ്ങളും മാഫിയ സംഘങ്ങളും മദ്യഷാപ്പ് വരെ നടത്താൻ, അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന റിസോർട്ടുകൾ നടത്താൻ ഇസ്ലാമിൻ്റെ വഖഫുകൾ ഉപയോഗപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ പ്രതി നമ്മൾ തന്നെയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അപ്പോൾ പബ്ലിക്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ തന്നെ ഒന്നാമത്തെ പ്രതി. കാരണം ഈ വഖഫ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്തില്ല. അപ്പം നമ്മുടെ ആളുകളല്ലാത്തവർ അത് കയ്യേറാൻ വന്നു. ഇത് അവർക്കുള്ള ന്യായീകരണം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആരും വിചാരിക്കണ്ട, ഓല ഏതായാലും അത് ഉപയോഗിക്കാത്തതുകൊണ്ടെന്നാൽ നമ്മളെടുക്കുക. നമ്മളൊരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയിൽ ആളുകൾ വന്ന് നിസ്കരിക്കണം. ആ പള്ളിയിൽ ആളുകൾ തീരെ നിസ്കരിക്കാൻ വരാതെ ചരന്തി വലയടിച്ച് മാറാലയടിച്ച് പൊടി പിടിച്ച് കിടന്നാൽ പല ആളുകൾക്കും പലതും തോന്നും. അങ്ങനെ തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും പല അക്രമ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അക്രമത്തെക്കുറിച്ച് പറയണ്ടെന്നല്ല, പക്ഷേ സ്വന്തം അക്രമത്തെക്കുറിച്ച് ആദ്യം നമ്മൾ വിചാരണ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ താറുമാറായി പോകും. അപ്പം അതുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. അത് നമ്മുടെ കാലത്ത് നിന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളോളം ലോകാവസാനം വരെയുള്ള ആളുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൂടി വേണം നമ്മുടെ ഉപഭോഗ സംസ്കാരത്തെ നമ്മൾ രൂപീകരിച്ചെടുക്കാൻ എന്നതാണ് ഞാൻ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി സാമ്പത്തിക വിഷയത്തിൽ കുറേ വിഷയങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുണ്ട്. എല്ലാം കൂടി പെറുക്കി പറയുമ്പോൾ നമുക്ക് സമയം മതിയാകാതെ വരും. ഇന്ന് ഞാൻ ചെറിയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാം. ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ കയ്യിലൊക്കെ പലപ്പോഴും ഹലാലും ഹലാലല്ലാത്തതും കൂടിക്കലർന്ന രീതിയിലാണ് പലപ്പോഴും സമ്പത്തുള്ളത്, പല നിരക്കും. അത് ഇസ്ലാമിക സാമ്പത്തിക രീതിയെക്കുറിച്ച് വിവരമില്ലാതെ പലതും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കച്ചവട രംഗത്ത്, ഇപ്പോൾ മാർക്കറ്റിൽ, നമ്മൾ എടവണ്ണപ്പാറ ടൗണിൽ വന്നാൽ ഇവിടെ എന്തെല്ലാം രീതിയിലുള്ള ഡീലിങ്ങുകളാണ് നടക്കുന്നത്. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു 25-30 കൊല്ലം മുന്നേ ഉള്ളതുപോലെ പോലുമല്ല. വമ്പിച്ച രീതിയിൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള ഇടപാടുകൾ. ആ ഇടപാടിൻ്റെ മതവിധി എന്താണെന്ന് പറയണമെങ്കിൽ മതപണ്ഡിതന്മാരായ ആളുകൾ വളരെ കൂടുതൽ സമയം കൂലങ്കഷമായി ചിന്തിച്ച് ഇരുന്നു കൊണ്ട്
ആലോചിച്ചിട്ട് വേണ്ടി വരും അതിനൊക്കെ ഒരു മറുപടി പറയാൻ. ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കീർണതകൾ വാങ്ങുന്ന രംഗത്തും കൊടുക്കുന്ന രംഗത്തും എല്ലാമുള്ള ഉൽപാദന രംഗത്തും വിതരണ രംഗത്തും ഒക്കെ ഉള്ള ഇത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം എന്നാണ് അതിൻ്റെ ആളുകൾ തന്നെ പറയുന്നത്. സയൻസ് ഓഫ് ദി സയൻസസ്. എല്ലാ ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. സുബ്ഹാനല്ലാഹ്. അത് ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്ന് ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിലുള്ള വലിയ കെണിഞ്ഞ പ്രശ്നങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉള്ളത്. അത് ദൈനംദിനം വളരെ അങ്ങേറ്റത്തെ ഡൈനാമിക് ആണ്. അത് ഒരിക്കലും നിഷ്ക്രിയമല്ല. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കൈയും കാലും ഒന്നും ഇളകൂല, കണ്ണും മൂക്കൊന്നും ഇളകൂല, എങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇളകുന്നൊരു ഭാഗമുണ്ട്, എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയും പോലെ ഈ പ്രകൃതി മുഴുവൻ നിശ്ചലമായിരിക്കുമ്പോഴും ഈ മരങ്ങളിലെ ഇലകൾ പോലും നിശ്ചലമായിരിക്കുമ്പോഴും ഈ പള്ളിയിലെ ഫാനുകൾ നിശ്ചലമായിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ നിശ്ചലമായിരിക്കാത്ത ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനം അതാണ് സാമ്പത്തികം. നമ്മുടെ കയ്യിലുള്ള കാശ് വളരുകയാണ്. നമ്മൾ കടന്നുറങ്ങാം, എൻ്റെ കയ്യിലുള്ള കാശ്, എൻ്റെ അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റ് അത് വളർന്നുകൊണ്ടിരിക്കുക. ഞാൻ കടന്നുറങ്ങാൻ പോകുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 1 കോടി രൂപയാണ്. നേരം വെളുത്ത് നോക്കുമ്പോൾ അത് 1.5 കോടിയായി. ആര്? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കടന്നുറങ്ങാണ്. ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ ഇരട്ടിയായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1 കോടി രൂപയുണ്ടായിരുന്നു, ഞാൻ കടന്നുറങ്ങാൻ പോകുമ്പോൾ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് 0 ആയിപ്പോയി. അപ്പം നിങ്ങൾ നിർവീര്യമായി കിടക്കുമ്പോൾ പോലും നിങ്ങളുടെ സമ്പത്ത് ഇവിടെ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. കയ്യിലെ കറൻസി മാത്രമല്ല, നിങ്ങളെ ഭൂമിയും നിങ്ങളെ തെങ്ങിൻ്റെ മുകളിലുള്ള തേങ്ങയും നിങ്ങളെ തൊഴുത്തിലുള്ള കാലിയും എല്ലാം അതിൻ്റെ സാമ്പത്തിക മൂല്യം എന്ന നിലക്ക് പറയുമ്പോൾ അത് ഏറിയും കുറഞ്ഞും കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും അവിടെ ഒരു നിശ്ചലാവസ്ഥയില്ല. അപ്പം പിന്നെ അതിൻ്റെ ഒരു ഡൈനാമിക്, അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഒരു കറൻസി, ഇതിൻ്റെ പേര് തന്നെ കറൻസി എന്നാണ്. നമ്മൾ ഈ നോട്ടിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് കറൻസി. എന്താ ഈ കറൻസി എന്ന് പറഞ്ഞാൽ? കറൻസിൻ്റെ അർത്ഥം ഒഴുകുക. ഒരു പുഴയിലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിന് കറൻസി. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ചിലർ കറണ്ട് എന്ന് പറയും. കറണ്ടല്ലത്, കറൻസി ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. വൈദ്യുതിയുടെ പ്രവാഹം, വൈദ്യുതിയാണ് ഇത്. അതിങ്ങനെ നൈരന്തര്യം അവിടെയുണ്ട്, പ്രവഹിച്ചു കൊണ്ടേയിരിക്കണം. അതേ രീതിയിലാണ് ഇവിടെയും പറഞ്ഞത് കറൻസി. ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രവാഹം. സൗദി കറൻസി എന്ന് പറഞ്ഞാൽ സൗദി അത് പ്രവാഹമാണ്. പുഴയിലെ വെള്ളത്തിന് ഒരിക്കലും നിശ്ചലാവസ്ഥയില്ലാത്തതുപോലെ. അപ്പം ഇത്രയും ഡൈനാമിക്കായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ഒന്നും പരാജയപ്പെടാതെ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഹാദാ ഹലാൽ വഹാദാ ഹറാം എന്ന് പറയാനുള്ള ഏറ്റവും അത്യുന്നതമായ മഹോന്നതമായ അധ്യാപനത്തിൻ്റെ പേരാണ് അൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന് അവിടെ പറയാൻ കഴിയും, ഇസ്ലാമിന് അവിടെ നിലപാട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് വിവരം കുറവായതുകൊണ്ട് ചിലപ്പോൾ കുറേ സമയം പിടിക്കും, ആലോചിക്കേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഇസ്ലാമിന് അവിടെ തീർപ്പുകളുണ്ട്, ഇസ്ലാമിന് അവിടെ അന്തിമ നിലപാടുകളുണ്ട്. അത് പഠിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ സമ്പത്ത് ഒക്കെ ഹലാലും ഹറാമും കൂടിക്കലരും. ഉൽപാദനം നടത്തുന്നവരുടെ ഹലാലും ഹറാമും കൂടിക്കലരും. ചിലപ്പോൾ ഹറാം മാത്രമായി പോകും, കൃഷി ചെയ്യുന്ന ആളുകളുടേത് ഹറാമായി പോകും. അപ്പം അതുകൊണ്ട് സൂക്ഷ്മമായി പഠിക്കുന്ന ആളുകളായിരിക്കണം ഈ കച്ചവട വ്യവസായ രംഗങ്ങളിലേക്കൊക്കെ വരേണ്ടത് എന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ സമ്പത്ത് ഹലാലായ നിലക്ക് അല്ലാതെ തന്നെ മനുഷ്യന്മാരുടെ കയ്യിൽ അറിഞ്ഞും വരും, ചിലപ്പോൾ അറിയാതെയും വരും, രണ്ടുമുണ്ട്. അങ്ങനെ ഹലാലല്ലാത്തത് നമുക്ക് ഒരു നിലക്കും സമ്പാദിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിലി വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ.
സൂറത്തുൽ ബഖറയുടെ 188 അല്ലാഹു പറയാണ്, വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ഒരിക്കലും സമ്പത്തുക്കളെ അകത്ത് ആക്കാൻ പാടില്ല. വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം, അതിന് ശേഷം അല്ലാഹു പറയാം, വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്ം. നിങ്ങൾ ന്യായാധിപന്മാരുടെ അടുക്കലേക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി പോകാനും പാടില്ല. അങ്ങനെ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടും. അന്തും തലമൂൻ, നിങ്ങൾക്കറിയാം ആ സമ്പത്ത് നിങ്ങൾക്കുള്ളതല്ല. വളരെ വ്യക്തമായിട്ട് അല്ലാഹു പറയണം, നിങ്ങൾക്കുള്ള സമ്പത്ത് അല്ല, അത് നിങ്ങൾക്കറിയാം. പക്ഷെ കോടതി പോയാൽ നിങ്ങൾക്കത് കിട്ടും. ഇപ്പോൾ ഇവിടെ എടവണ്ണപ്പാറ അങ്ങാടിയിൽ 1 ഏക്കർ ഭൂമി നിങ്ങളും വേറൊരാളും നമ്മൾ തർക്കം. സത്യത്തിൽ നിങ്ങൾക്കുള്ളതല്ല, അത് വേറൊരാളുടെ ഭൂമിയാണ്. പക്ഷേ നിയമം നിങ്ങൾക്ക് അനുകൂലമാണ്, ഈ നാട്ടിലെ നിയമം നിങ്ങൾക്ക് അനുകൂലമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആധാരത്തിൻ്റെ പേപ്പറോ കടലാസോ ഒക്കെ അതിലൊക്കെ എന്തെങ്കിലും തരികടയും കൃത്രിമോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കോടതിയിൽ പോയാൽ നിങ്ങളുടെ ഭൂമിയല്ലാത്ത 1 ഏക്കർ ഭൂമി ഇവിടുത്തെ ന്യായാധിപൻ, ജഡ്ജ് നിങ്ങൾക്ക് ആ ഭൂമി വാങ്ങിത്തരും, ഉറപ്പാണ്. എങ്കിൽ നിങ്ങൾ ആ നിയമത്തിൻ്റെ ചുളിവ് അന്വേഷിച്ചുകൊണ്ട് ആ കോടതിയിൽ പോകാൻ പാടില്ല. അത് ഇസ്ലാമിക കോടതിയാണെങ്കിലും പാടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടതിയാണല്ലോ. റസൂലുള്ളാഹിയുടെ കാലത്തെ സുപ്രീം കോടതി മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അത് പ്രവാചകൻ പറഞ്ഞു ഒരു ഹദീസിൽ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, ഇന്നമാ അന ബശർ, ഞാൻ ഒരു മനുഷ്യനാണ്, ഞാൻ കോടതിയാണ്, ഞാൻ ചീഫ് ജസ്റ്റിസാണ്. പക്ഷേ എനിക്ക് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയില്ല. എനിക്ക് കൃത്രിമമായ രേഖ ഏതാണ് എന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞോളുന്നില്ല. നിങ്ങൾ തട്ടിപ്പിലൂടെ രേഖ ചമച്ചുണ്ടാക്കിയാൽ ഞാനത് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിലെ ചില ആളുകൾ, ആ ചില ആളുകളാണ് നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് വക്കീൽ എന്ന് പറയും. വക്കീലന്മാർ തൊള്ള സാമർഥ്യം അനുസരിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള വക്കീലന്മാരുമായിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് വാദിച്ച് വാങ്ങിയാൽ ഞാൻ അവർക്ക് കൊടുക്കുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്. നരകമാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടത് അവർ വാങ്ങണ്ട. മുഹമ്മദ് നബി തന്നതല്ലേ, മുഹമ്മദ് നബിയല്ലേ ന്യായാധിപൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഹലാലല്ലേ എന്ന് വിചാരിച്ച് വാങ്ങണ്ട. അത് കോടതിയിൽ ഹലാലാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹലാല് അല്ല. അത് വാങ്ങേണ്ട, നരകത്തിൽ നിന്നുള്ള ഒരു തീക്കട്ടയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കാണ്. അതാണ് അള്ളാഹുവും പറയുന്നത്, വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാമി ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. നിങ്ങൾക്ക് അറിയാമല്ലോ അത് നിങ്ങളുടെ അവകാശമല്ല എന്ന് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കോടതിയിൽ പോകുന്ന നിങ്ങൾ തെറ്റുകാരാണ്. അങ്ങനെ കോടതിയിൽ പോകരുത്. സൂറത്തുൽ ബഖറയുടെ 188. സൂറത്തുൻ നിസായിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും വലാ തഖ്തുലു അൻഫുസകും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞാൽ, സത്യവിശ്വാസികളെ, നിങ്ങൾ അന്യായമായി നിങ്ങളുടെ സമ്പത്ത് പരസ്പരം പിടിച്ചെടുക്കാൻ പാടില്ല. എന്നിട്ട് ശേഷം അള്ളാഹു പറയാണ്, വലാ തഖ്തുലു അൻഫുസകും ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. നിങ്ങൾ പരസ്പരം സമ്പത്തുക്കൾ ഉടമപ്പെടുത്തുമ്പോൾ അത് പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ഡീലിങ്ങിലൂടെയല്ലാതെ, ട്രേഡിലൂടെയല്ലാതെ, ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. തിജാറ എന്നാണ് അള്ളാഹു പറഞ്ഞത്. പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ഡീലിങ്, പല നിലക്കുള്ള ഡീലിങ്ങുണ്ട്. ദാനധർമ്മമുണ്ട്, അതുപോലെ പല നിലക്കുണ്ട്, ഒരുപാടുണ്ട്. വായ്പ ഉണ്ട്, കടമുണ്ട്, പണയമുണ്ട്, ഇങ്ങനെ പല നിലക്കുള്ള ഡീലിങ്ങുകളുണ്ട്. പക്ഷെ അള്ളാഹു തആല ഇവിടെ എടുത്തു പറഞ്ഞു തിജാറ. തിജാറ എന്ന് പറയുന്നത് കച്ചവടം. അതിൻ്റെ ഉദ്ദേശം കച്ചവടം മാത്രമെന്നല്ല, കച്ചവടമായ ഡീലിംഗ് ആവാം, കച്ചവടമല്ലാത്ത ഡീലിംഗ് ആവാം. ഏത് ഡീലിംഗ് ആയാലും പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡീലിങ്ങിലൂടെ അല്ലാതെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അകത്താക്കാൻ പാടില്ല.
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും. എന്നിട്ട് പറയാ വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കൊന്നുകളയരുത്. അവിടെ 2-3 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സ്വന്തത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. ഈ സ്വന്തത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? 2-3 അർത്ഥമുണ്ട്. ഒരു അർത്ഥം ഞാൻ പറയാം. ഹലാലല്ലാത്ത നിലക്ക് ഇടപാടുകൾ നടത്തി ഹറാമായ സമ്പത്ത് വാരിക്കൂട്ടിയാൽ അത് സ്വന്തത്തെ നശിപ്പിക്കലാണ്. അത് കത്തിയെടുത്ത് കൊല്ലുക എന്നുള്ള അർത്ഥം മാത്രമല്ല. ഹലാലല്ലാത്ത സമ്പത്ത് കുറേ അന്യായമായി പിടിച്ചെടുത്താൽ അത് ഈ മുതലാളിയുടെ തന്നെ നാശത്തിന് കാരണമാകും. പല രീതിയിൽ നശിക്കും. അദ്ദേഹം മാനസിക രോഗിയായി നശിക്കും. അദ്ദേഹം ജീവിതത്തിൽ ബറക്കത്തില്ലാതെ തൊലഞ്ഞു പോകും. അദ്ദേഹത്തിന് കച്ചവടത്തിൽ പരാജയപ്പെട്ട് അദ്ദേഹം തൊലഞ്ഞു പോകും. പല രീതിയിലുണ്ടാകാം. അതുകൊണ്ട് ഹലാലല്ലാത്ത സമ്പത്ത് നിങ്ങൾ എടുത്താൽ അതിൻ്റെ പരിണിതി ആത്മഹത്യയാണ്, സ്വയം നശിക്കലാണ്. നിങ്ങൾ സ്വയം നശിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നിങ്ങൾ സ്വയം നശിക്കരുത്. നിങ്ങൾ സ്വന്തത്തെ കൊല്ലരുത്, മറ്റുള്ളവരെ കൊല്ലാൻ പാടില്ല. വകാന അല്ലാഹു ബിക്കും റഹീമ, അള്ളാഹു നിങ്ങളോട് വളരെ കാരുണ്യമുള്ളവനാണ്. നിങ്ങൾ ഒരിക്കലും സ്വയം നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഏറ്റവും പൊരുത്തപ്പെട്ട രീതിയിലൂടെയല്ലാതെ, ഏറ്റവും പൊരുത്തപ്പെട്ട ഡീലിങ്ങിലൂടെയല്ലാതെ ഒരാളും മറ്റൊരാളുടെ പോക്കറ്റിലുള്ള പണം കൈവശപ്പെടുത്താൻ പാടുള്ളത് അല്ല. തറാവി പൂർണ്ണമായ. അപ്പോൾ ഇസ്ലാമിലെ ട്രേഡിങ്ങിൻ്റെ, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ നാരായ വേരായിട്ട് നിൽക്കുന്ന സൂക്തമാണ് സൂറത്തു അൽ ബഖറയുടെ 188-ലും അതുപോലെ സൂറത്തു നിസായിൻ്റെ 29-ലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഈ 2 സൂക്തങ്ങൾ. സാമ്പത്തിക വിനിമയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഉപാധി അല്ല പറയണം. സാമ്പത്തിക വിനിമയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഉപാധി ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള കച്ചവടത്തിലൂടെ അല്ലാതെ നിങ്ങൾ സ്വത്ത് ഉടമപ്പെടുത്തരുത്. ഈ ഒരു ആയത്തിൽ നിന്ന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, മദ്ഹബിൻ്റെ ഇമാമുകളും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ ഈ ഒരു ആയത്തിൽ നിന്നാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കിയത്. കാരണം ഈ ആയത്തിൻ്റെ മർമ്മം എന്താ? ഈ ആയത്തിൻ്റെ മർമ്മം സാമ്പത്തിക വിഷയങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ പൊരുത്തം വേണമെന്നാണ്. പരസ്പര പൊരുത്തം. ആ പൊരുത്തം എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് ഇല്ലാതാവുക, അത് നോക്കിയിട്ടാണ് ഹലാലും ഹറാമും തീരുമാനിക്കുക. ഒരാളെ കയ്യിലുള്ളത് വേറൊരാളെ കയ്യിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ രീതിയിൽ പൊരുത്തം ഉണ്ടാകും. ഞാൻ നുണ പറഞ്ഞു, ഞാൻ ഈ സാധനം നിങ്ങൾക്ക് വിൽക്കണം, ഇതിന് യഥാർത്ഥത്തിൽ മൂല്യം 500 രൂപയാണ്. ഞാൻ പല ഇല്ലാത്ത യോഗ്യതകളും ഗുണഗണങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾക്കിത് 2000 രൂപയ്ക്ക് വിറ്റു. നിങ്ങൾ പ്രത്യക്ഷത്തിൽ സംതൃപ്തനായി. ഞാനിത് 2000 നിങ്ങൾക്ക് വിൽക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളായിക്കോട്ടെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി. എന്നാൽ സത്യത്തിൽ പ്രത്യക്ഷത്തിൽ തൃപ്തിയുണ്ട്, റിളയുണ്ട്. നിങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് തകരാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ചെമ്പിൻ്റെ ലോഹമല്ല, ഇത് വേറെന്തോ ഒരു ഇരുമ്പിൻ്റെ ലോഹമാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടാവോ? ഇഷ്ടമുണ്ടാവില്ല. ഉണ്ടോ? അപ്പം അതുകൊണ്ട് ഈ കച്ചവടം ഹറാമായ കച്ചവടമാണ്. അതിൻ്റെ ബേസ് എന്താ? വാങ്ങുന്നയാൾക്ക് പൊരുത്തമില്ല. വാങ്ങുന്ന ആളുടെ കൃത്രിമ പൊരുത്തം സമ്പാദിച്ചത് കൊണ്ട് കാര്യമില്ല. കൃത്രിമ പൊരുത്തമല്ല, യഥാർത്ഥ പൊരുത്തം. കാരണം നിങ്ങൾ വാങ്ങുന്നയാൾ വിൽക്കുന്നയാളെപ്പോലെ കാണണം. ഞാൻ എൻ്റെ അടുക്കുന്ന ഒരാൾ ഈ സാധനം വാങ്ങുമ്പോൾ അയാളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നെക്കുറിച്ച് ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? ഞാനിതൊരാളെടുക്കൽ പോയിട്ട് വാങ്ങുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്താ? ഒരാൾ എന്നെ പറ്റിക്കുന്നത് എനിക്കിഷ്ടമുണ്ടാവുമോ? ഇല്ല. ഒരു കടയുടെ മുതലാളി എന്നെ പറ്റിക്കുന്നത് ഒരിക്കലും എനിക്ക് ഇഷ്ടമുണ്ടാകാത്ത സംഗതിയാണ്. എങ്കിൽ ഞാനെങ്ങനെ പിന്നെ വേറൊരാളെ പറ്റിക്കാം? ഉണ്ടോ? എപ്പോഴും വിൽക്കുന്നയാൾ വാങ്ങുന്നയാളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഞാനും അയാളെപ്പോലെയാണ്. ഞാൻ എനിക്ക് വേണ്ടി എന്തെല്ലാം നന്മ ഉദ്ദേശിക്കുമോ ആ നന്മ അയാൾക്ക് വേണ്ടിയും ഞാൻ ഉദ്ദേശിക്കണം. അതാണ് ഗുണകാംക്ഷ എന്ന് പറയുന്നത്. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സത്യസന്ധമായ കച്ചവടത്തിൽ മാത്രമേ പൂർണ്ണ ഹലാൽ ഉണ്ടാവുകയുള്ളൂ.
ആ സമ്പത്തിൽ മാത്രമേ ബർക്കത്ത് ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയെങ്കിലും കുറേ ഇല്ലാത്തത് പറഞ്ഞ് കുറേ പരസ്യം കൊടുത്ത് മൂപ്പരൊരു അന്തംകമ്മിയല്ലേ, അന്തംകമ്മികളായ ആളുകളുണ്ടാകും. വാങ്ങാൻ വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും അന്തംകമ്മികളായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ലോകം തിരിയാത്ത ആളുകൾ, വാർത്താമാധ്യമങ്ങളൊന്നും അറിയാത്ത, ലോകത്ത് നടക്കുന്ന അപ്ഡേഷനുകളെ കുറിച്ച് ധാരണയില്ലാത്ത സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, അവരൊക്കെ കടയിൽ വന്നാൽ അവരെ എങ്ങനെയും പറ്റിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന കച്ചവടക്കാരൻ ഇപ്പറഞ്ഞ ആയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതിന് നേരെ വിരുദ്ധം ചെയ്യുന്ന ആളുകളാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉള്ളതുപോലെ പറയാം. അല്ല, അങ്ങനെ ഉള്ളതുപോലെ പറഞ്ഞാൽ അതൊക്കെ ചിലവായി പോവോ? കച്ചവടം നടക്കുമോ? അങ്ങനെ നടക്കുന്ന കച്ചവടത്തിലാണ് ബർക്കത്ത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഹൃദയത്തിൻ്റെ ഉള്ളിൽ തൗഹീദ് എന്ന് പറഞ്ഞ സാധനം വേണം. ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ നേർച്ച, പിന്നെ ജാറത്തിനെ പറ്റി മാത്രം പറയാനുള്ളതല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവിടെ മാത്രം തൗഹീദ് അല്ല. തൗഹീദിൻ്റെ ഏറ്റവും വലിയ മേഖല റിസ്ക്കിനെ കുറിച്ചുള്ള ചിന്തയിലാണ്. എൻ്റെ റിസ്ക് അള്ളാഹ് ഏറ്റെടുത്തതാണ്. എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ കുടുംബത്തിനുള്ള ഉപജീവനം അത് ഇവിടുത്തെ മുതലാളിമാരുടെ കയ്യിലോ, അല്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ അയൽവാസിൻ്റെ കയ്യിലോ, അല്ലെങ്കിൽ ബദരീങ്ങളെ കയ്യിലോ, മമ്പറത്തെ തങ്ങളുടെ കയ്യിലോ, ആരുടെ കയ്യിലും അല്ല. എൻ്റെ കടയിൽ വരുന്ന കസ്റ്റമറുടെ കയ്യിലും അല്ല. അത് അള്ളാൻ്റെ കയ്യിലാണ്. അത് അള്ളാഹ് ഉദ്ദേശിച്ചതുപോലെ തരും എന്ന വിശ്വാസമാണ് തൗഹീദിൻ്റെ മർമ്മം. തവക്കുൽ വേണം. മറ്റുള്ള ശിർക്കുകളെ കുറിച്ചൊക്കെ പറയും. പക്ഷെ കച്ചവടത്തിൽ വരുമ്പോൾ മൂപ്പർക്ക് ശിർക്കുമില്ല, തൗഹീദുമില്ല. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ തൗഹീദും ശിർക്കൊന്നുമില്ല. ഇതൊക്കെ മഹാന്മാരെ വിളിക്കുന്നിടത്ത് മാത്രം എന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായ നിലയ്ക്ക് ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും. ഇതിൻ്റെ ഈ ഖുർആനിക സൂക്തത്തിൽ നിന്നുകൊണ്ട് 100,000 പ്രശ്നങ്ങൾക്ക്, വ്യവസായ, വാണിജ്യ, ഉൽപാദന, വിതരണ, ഉപഭോഗ രംഗത്തുള്ള 100,000 സാമ്പത്തിക പ്രശ്നങ്ങളുടെ നിവാരണം മുസ്ലിം പണ്ഡിത ലോകം പറഞ്ഞിട്ടുള്ളത് ഈ സൂക്തങ്ങൾ വെച്ചുകൊണ്ടാണ്. നമുക്കതിലേക്കൊന്നും എടുത്ത് സംസാരിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. സമയം വളരെ ഡിലേ ആയി പോകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ഈ സാമ്പത്തികമായിട്ട് പിന്നെ ഹലാലും ഹറാമും ഒക്കെ കൂടിക്കലർന്ന്, നേരത്തെ പറഞ്ഞല്ലോ, കൂടിക്കലർന്നിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് മനുഷ്യന് ഇന്ന് പൊതുവെ ഉള്ളത്. അത് ഞാനൊരാളെ ഈ കുറ്റം പറയാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. പലർക്കും അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവും, ചില ആളുകൾ നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെ ഈ കുറേ ഹറാമും ഹലാലും ഒക്കെ കൂടിക്കലർന്നു പോയിട്ടുള്ള ഒരാളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്താൻ പറ്റുമോ എന്ന ഒരൊറ്റ മസാലയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരു 4-5 മിനിറ്റ്. ഇപ്പോൾ പലിശ വാങ്ങുന്ന ഒരാൾ, ഉദാഹരണം പറയാം, ബോധപൂർവമോ അറിയാതെയോ നിർബന്ധിത സാഹചര്യത്തിലോ അല്ലാതെയോ പലിശ വാങ്ങുന്ന ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കാം. അയാൾ പലിശക്കാരനാണ്. അയാൾക്ക് വലിയൊരു ഷോപ്പുണ്ട്. അയാളെ ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറ്റുമോ? കാരണം അയാളെ ഷോപ്പിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളിലൊക്കെ പലിശ ഉണ്ടാവില്ലേ? പലിശ ഉണ്ടാവും. ഇനി അയാൾ നമുക്ക് എന്തെങ്കിലും പൈസ സംഭാവനയായി തന്നു, നമുക്കത് വാങ്ങാൻ പറ്റുമോ? പള്ളിക്ക് സംഭാവന തന്നു, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങിക്കിടക്കുമ്പോൾ എനിക്കൊരു സഹായം തന്നു, അയാൾ പലിശ വാങ്ങുന്ന ആളാണെന്ന് എനിക്കറിയാം, അയാൾ പലിശയുമായിട്ട് ഇടപാട് നടത്തുന്ന ആളാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അയാൾ കച്ചവടത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളാണെന്ന് എനിക്കറിയാം, കള്ളത്തരം പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം, അയാളുടെ സമ്പത്തിൽ ധാരാളം ഹറാമായ സമ്പത്തുണ്ട്, അതെനിക്കറിയാം. അതോടൊപ്പം അയാളെ എനിക്ക് ഒരു സൽക്കാരം തന്നു, അയാൾ വീട്ടിൽ കല്യാണത്തിന് വിളിച്ചു, നിങ്ങളെൻ്റെ വീട്ടിൽ കല്യാണം, മോളെ കെട്ടിക്കുന്ന കല്യാണമാണ്, ഓഡിറ്റോറിയത്തിൽ വരണമെന്ന് പറഞ്ഞു. ഷാപ്പാട് കഴിക്കാൻ പോകാൻ പറ്റുമോ? അയാളെ കടയിൽ പോയി സാധനം വാങ്ങാൻ പറ്റുമോ? അയാൾ സംഭാവന തന്നാൽ വാങ്ങാൻ പറ്റുമോ? അയാൾ കടം തന്നാൽ വാങ്ങാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഇടപാടുകൾ ഇത്തരം ആളുകളും, കാരണം ഇങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് സമൂഹത്തിൽ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ട്. അപ്പോൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. ഞാൻ പലിശ വാങ്ങാത്തവനാണ്, ഞാൻ ഹലാലായത് മാത്രം ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് സമൂഹത്തിൽ ജീവിക്കണമല്ലോ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക? അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഓനോട് വാങ്ങാൻ പാടില്ല, ഇവനോട് വാങ്ങാൻ പാടില്ല, ഓന് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ ആയ കുടുങ്ങിപ്പോലെ. അപ്പം പിന്നെ വല്ല ആടിനെ മേയ്ക്കാനും പോണ്ടി വരൂലേ? അങ്ങനെയുള്ളൊരു ഇസ്ലാമുണ്ടോ? അപ്പം അതിൻ്റെ ഒരു ചെറിയ മറുപടി നിങ്ങൾ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, മിക്കവാറും എല്ലാവരും പറയുന്ന സംഗതിയാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കടക്കാരനാണ്. കടക്കാരൻ എന്ന് പറഞ്ഞാൽ
നബി സല്ലല്ലാഹു നമ്മൾ സാധാരണ കടക്കാരനല്ല. കാരണം കടം തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, എൻ്റെ കടത്തിനോട് തുല്യമായ മൂല്യം കടം തന്നയാളുടെ കയ്യിലുണ്ട്, അഥവാ പണയം. ഞാനൊരാളോട് 1000 രൂപ കടം വാങ്ങുമ്പോൾ എനിക്കൊരു 1000 രൂപ കടം തരണം. എൻ്റെ 1000 രൂപയ്ക്ക് വില വരുന്ന മൊബൈൽ നിങ്ങളുടെ കയ്യിൽ വെച്ചോളി, പണയമാണ്. അപ്പം അങ്ങനത്തെ കടം ഒരു കുറ്റമായ കടമല്ല. മരിക്കുമ്പോഴും കടം എന്ന് പറയുമ്പോൾ ഒരു മോശമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല. കാരണം ഇത് പണയാണ്. 1000 രൂപ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മൊബൈൽ നിങ്ങളുടെ കയ്യിലുമില്ലേ, പണയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പ്രവാചക തിരുമേനിയുടെ പടച്ചട്ട പണയത്തിലാണ്. ആരുടെ കയ്യിൽ? ജൂതൻ്റെ കയ്യിൽ. എന്തിനു വേണ്ടി? ജൂതൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. ജൂതൻ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു, അതിലാർക്കും സംശയമില്ല. അതിലുപരിയായിട്ട് ജൂതനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി, പേരും കള്ളം പറയുന്നവർ. സമ്മാഊന ലിൽ കദിബ്, നുണയേ പറയൂ. അക്കാലൂന ലിസ്സുഹ്തി, ഹറാമ് മാത്രമേ തിന്നുള്ളൂ. തിന്നുന്നതും സമ്പാദിക്കുന്നതും കൊടുക്കുന്നത് എല്ലാം ഹറാം. അക്കാലൂ എന്ന് പറഞ്ഞത് ഹറാമ് മാത്രം തിന്ന് ജീവിക്കുന്നവർ എന്ന് ജൂതന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. വേറൊരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞു ജൂതന്മാരെ കുറിച്ച്, അവർ ഹറാമ് തിന്നുന്നവരെന്ന് മാത്രമല്ല പലിശയെക്കുറിച്ച് പോലും പറഞ്ഞു. കേവലം ഹറാമല്ല, പലിശയായ ഹറാമുണ്ട്, പലിശയല്ലാത്ത ഹറാമും ഉണ്ട്. ഫബിദുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത് ലഹും വബിസ്വദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ മാഇദയിൽ നിസായിലെ 160 അല്ലാഹു പറയാണ് വഅഖദിഹിമുർ റിബാ വഖദ് നുഹു അൻഹു വഅക്ലിഹിം അംവാലൻ നാസി ബിൽ ബാത്തിലി. ലോകത്തെ ഏറ്റവും വലിയ പലിശ തമ്പുരാക്കന്മാർ ലോക സാമ്പത്തിക വ്യവസ്ഥിതിയെ മുഴുവനും മലീമസമാക്കിയ, മാലിന്യമാക്കിയ, അതിനെ വൃത്തികേടാക്കിയ ലോകത്തെ ഏറ്റവും വലിയ കിരാതവർഗം ജൂതന്മാരാണ്. വ്യക്തമായിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വഅഖദിഹിമുർ റിബാ വഖദ് നുഹു അൻഹു വഅക്ലിഹിം അംവാലൻ നാസ്. അപ്പോൾ ജൂതന്മാരുടെ സമ്പത്തിൽ നല്ല ഒരു ശതമാനം പലിശ പൈസ. വെറും ഹറാമല്ല, വെറും ഹറാമായാൽ തന്നെ കഥ കഴിഞ്ഞു. പലിശ എന്ന് പറഞ്ഞാലോ കടുത്ത ഹറാം. അള്ളാഹുവിൻ്റെ റസൂലും യുദ്ധപ്രഖ്യാപനം നടത്തിയ ഹറാം. ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. നീ പലിശ വാങ്ങുന്നവനാണോ, നിന്നോട് അള്ളാഹുവിൻ്റെ റസൂലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നീ മനസ്സിലാക്കണം എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. അങ്ങനെയുള്ള വിഭാഗമാണ് ജൂതന്മാർ. ഈ ജൂതന്മാരുടെ അടുക്കലാണ് പ്രവാചക തിരുമേനി എന്തിനു പോയത്? ഡീലിങ്ങിന് പോയത്, ഇടപാടിന് പോയത്. അവരടുക്കൽ നിന്ന് കടം വാങ്ങി. ആ കടത്തിൻ്റെ ഹീഡ് എന്ന നിലയ്ക്ക് പണയപ്പെടുത്തിക്കൊണ്ട് പടച്ചട്ട അവർക്ക് കൊടുത്തു. പണയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം കിട്ടിയാൽ പിന്നീട് പറയാം. പണയപ്പെടുത്തി. അപ്പോൾ ജൂതന്മാരുമായിട്ട് ഇടപാട് നടത്തിയല്ലോ. അപ്പോൾ പാടില്ലാത്ത സംഗതിയായിരുന്നുവെങ്കിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന പ്രവാചകൻ, സൂക്ഷ്മത വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനേക്കാളും വലിയ സൂക്ഷ്മതയാണ് നമുക്ക്. അപ്പം അത് അനുവദനീയമാണ്. ഇനി ഇതൊക്കെ ഇപ്പോൾ ഒരു കുടുങ്ങിയ കള്ളിയിലല്ലേ? ഏത്? പ്രവാചകൻ്റെ കയ്യിൽ പൈസ ഇല്ലാതായപ്പം കുടുങ്ങിയപ്പം ഒരു പണയപ്പെടുത്തിയിട്ടൊരു സാധനം വാങ്ങിയല്ലേ? അല്ല, കുടുങ്ങിയ കള്ളിയിൽ മാത്രമല്ല, സാധാരണ നോർമൽ ഡീലിങ്. അതും ഭക്ഷണം. ഖൈബറിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ഹിജ്റ 7-ാം വർഷം നടന്ന ഖൈബർ യുദ്ധം. ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത സ്ത്രീ, ഒരു ജൂത പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കാരം കൊടുത്തു. ആട്ടിറച്ചി, ആട്ടിൻ്റെ കുറക് കരിച്ച് പൊരിച്ച് അതിൽ വിഷം പുരട്ടി. ആ വിഷം തീണ്ടിയിട്ടാണ് അവസാനം പ്രവാചക തിരുമേനി ലോകത്തോട് വിട പറയുന്നത് പോലും. നിങ്ങൾക്കറിയുന്ന ചരിത്രമാണ്. വിഷം പുരട്ടിയ ആടിൻ്റെ മാംസം ഉണ്ടാക്കിക്കൊണ്ട് സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. ആര്? ജൂതപ്പെണ്ണ്. അത് പ്രവാചകനറിയാം, ജൂതപ്പെണ്ണാണെന്ന് പ്രവാചകനറിയാം. പക്ഷേ ആട്ടിറച്ചിയിൽ വിഷം പുരട്ടിയത് അറിയില്ല. അത് വായിൽ വെച്ചപ്പോഴാണ് അള്ളാഹു വഹി കൊടുക്കുന്നത്, നബിയെ അതിൽ വിഷമുണ്ട്, കഴിക്കരുത്. പക്ഷെ അപ്പോഴേക്ക് വായിൽ വെച്ചുപോയി, വിഷം തീണ്ടിപ്പോയി. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വിഷം വീണ്ടും പുറത്തേക്ക് വന്നു. ആ വിഷത്തിൻ്റെ വേദന സഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നത്.
ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഭക്ഷണ വസ്തു പോലും ജൂതപ്പെണ്ണ്, ലോകത്തെ ഏറ്റവും മാലിന്യം ഉടമപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ പലിശ മാഫിയ സംഘമായ ജൂതന്മാരുടെ അടുക്കൽ പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വിരുന്ന് സൽക്കാരം ലഭിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു, അത് സ്വീകരിച്ചു, അത് ഭക്ഷണമായി കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് നമ്മെ പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഇത്തരം ഹറാമായ സമ്പത്തുകൾ ആരുടെയെങ്കിലും കൈവശത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവർ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ പോവില്ല, ഓന് ബാങ്കിലാണ് ജോലി, അല്ലെങ്കിൽ ഓൻ്റെ സമ്പത്തിൽ ഹറാമുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ചുരുക്കി പറയാനുള്ളത്. എന്നാൽ നമ്മൾ അവനെ ഒരു ബഹിഷ്കരണമൊക്കെ നടത്തി, ചില ബഹിഷ്കരണം ഉണ്ടാവും, ബഹിഷ്കരിച്ചുകൊണ്ട് ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഓൻ പലിശക്കാരനാണ് അല്ലെങ്കിൽ ഓൻ തട്ടിപ്പിൻ്റെ ആളാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെല്ലാവരും കൂടി അവനെ ഒരു അച്ചടക്കം പഠിപ്പിക്കാം. ഓൻ ഇനി മേലാൽ ഈ മാതിരി തട്ടിപ്പ് നടത്തരുത്. അപ്പോൾ അതുകൊണ്ട് ഓൻ പൈസ തന്നാൽ വാങ്ങൂല, ഓൻ സൽക്കാരത്തിന് വിളിച്ചാൽ പോവില്ല, ഓൻ്റെ കല്യാണത്തിന് ഞാൻ മാത്രമല്ല എല്ലാവരും തീരുമാനിക്കണം, ഞാൻ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. നാട്ടിലെ മുസ്ലിമീങ്ങളെല്ലാവരും കൂടെ അവനെ ഒന്ന് പഠിപ്പിക്കണം, അവനെ ഒന്ന് ഒറ്റപ്പെടുത്തണം. ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഓനെ നശിപ്പിക്കാനല്ല, ഓനെ നന്നാക്കാൻ. നമ്മളെല്ലാവരും കൂടി ഓനെ ബഹിഷ്കരിച്ച് പിന്നെ ഇടപാട് നിർത്തിവെച്ചാൽ അവൻ പിന്നെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു നല്ല ജീവിതം തുടങ്ങും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, അവനെ ബഹിഷ്കരിക്കാം, നിർബന്ധമൊന്നുമില്ല. അതാണ് അവിടുത്തെ മറ്റൊരു രീതി. പിന്നെ ഈ സംഗതി നമ്മൾ വാങ്ങുന്ന സാധനം, ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുവന്നൊരു സാധനം, ഹറാമായ സ്വത്ത്, ഹറാമ് പല നിലക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, പലിശ അതുപോലെ മോഷണം ഒക്കെ ഹറാമാണ്. ഇതൊരാൾ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്, ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നത്, ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നത്. അതെനിക്കുറപ്പാണ്, ഓൻ്റെ കയ്യിലുള്ള ആ കണ്ണട കടയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അവൻ അത് എൻ്റെ കയ്യിൽ ഒരു സമ്മാനമായിട്ട് തരുന്നത്, അങ്ങക്ക് ഒരു കണ്ണട എന്ന് പറഞ്ഞ് എനിക്ക് തന്നാൽ ആ കണ്ണട എനിക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം ഇത് മോഷ്ടിക്കപ്പെട്ട മുതലാണ്. മോഷ്ടിക്കപ്പെട്ട മുതലിന് ഇയാൾ ഉടമയല്ല. ഉടമയ്ക്ക് സൗജന്യം കൊടുക്കാനും വിൽപ്പന നടത്താനും ഒക്കെ ആർക്കേ അധികാരമുള്ളൂ? ഉടമ. ഞാനിതിൻ്റെ ഉടമയാണ്. ഞാൻ ഇതിൻ്റെ ഉടമയാണെങ്കിൽ മാത്രമേ എനിക്ക് ഇത് വിൽക്കാൻ അവകാശമുള്ളൂ. നിങ്ങളെ കയ്യിലെ കണ്ണെടുത്തിട്ട് എനിക്ക് വിൽക്കാൻ പറ്റൂല, നിങ്ങളെ കയ്യിലെ കണ്ണെടുത്തിട്ട് എനിക്ക് ദാനം ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാനിതിൻ്റെ മുതലാളിയാണെങ്കിൽ എനിക്ക് ഇത് ദാനം ചെയ്യാം, എനിക്കിത് വിൽപ്പന നടത്താം, എനിക്കിത് പണയപ്പെടുത്താം, പലതും ചെയ്യാം. എന്നാൽ ഇത് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് അയാൾ എനിക്ക് സംഭാവന തന്നാൽ ഞാൻ വാങ്ങാൻ പറ്റൂല, അയാൾ എനിക്ക് വിൽപ്പന നടത്തിയാൽ ഞാൻ വാങ്ങാൻ പറ്റൂല. എന്നാൽ എനിക്കറിയില്ല ഇത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിയില്ല, എങ്കിൽ വാങ്ങാം. അപ്പോൾ ഹറാമായ സമ്പാദ്യം, ഒരാളുടെ ഹറാമായ സമ്പാദ്യം രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ആ വസ്തു തന്നെ ഹറാമാണ്, ഈ കണ്ണട തന്നെ ഹറാമാണ്, മോഷ്ടിച്ചു കൊണ്ട്, എങ്കിൽ അത് അറിയുന്ന ഒരാൾക്ക് അത് ഒരു നിലക്കും വാങ്ങാൻ പറ്റില്ല. എന്നാൽ വേറെ ചില സമ്പാദ്യങ്ങളുണ്ട്, ആ വസ്തു ഹറാമായിക്കൊള്ളണമെന്നില്ല. അവൻ്റെ സമ്പാദ്യം, ഇപ്പോൾ കടയിൽ കച്ചവടം നടത്തിയിട്ട് കുറേ ആൾക്കാർ കുറേ പൈസ ഉണ്ടാക്കി, അത് പലിശയുടെയും അല്ല കളവ് പറഞ്ഞിട്ട് മറ്റൊക്കെ പാടെ. അപ്പോൾ അവിടെ പോയിട്ട് ഓൻ്റെ കയ്യിലുള്ളതാ ഈ 100 നോട്ട് ഹറാമാന്ന് പറയാൻ പറ്റൂല. ഓൻ്റെ സമ്പത്തിൽ ഹറാമുണ്ട് എന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓൻ്റെ കടയിലുള്ള ഈ സോപ്പിൻ്റെ പെട്ടി, ഈ സോപ്പും പെട്ടി ഹറാമാണ് അങ്ങനെ പറയാൻ പറ്റൂല. ഒരു പ്രത്യേക വസ്തു ഹറാമല്ല. എന്നാൽ അവൻ്റെ സമ്പത്തിൽ 90% ഹറാമാണ്, അല്ലെങ്കിൽ 50% ഹറാമാണ്, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഹറാമാണോ എങ്കിൽ അവിടെ രണ്ട് നിയമമാണ്. ഇവന് ഒരു നിയമവും മറ്റുള്ളവർക്ക് വേറൊരു നിയമമാണ്. ഇവൻ പറഞ്ഞാൽ ഈ മുതലാളി, കച്ചവടക്കാരനായ മുതലാളിക്ക് അവൻ്റെ സമ്പത്ത് ഹറാമാണ്. കച്ചവടക്കാരനായ മുതലാളി, ഓൻ്റെ ഷോപ്പിൽ ഹറാമും ഹലാലും ഒക്കെ ഉണ്ട് എങ്കിൽ അവൻ ഹറാമ് തിന്നുന്നവനാണ്, അവൻ ഹറാമിനെ ഉടമപ്പെടുത്തിയവനാണ്, അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റവാളിയാണ്. അവനത് തിന്നാൻ പാടില്ല. എൻ്റെ പീടികയിലെ പൈസ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഓന് തിന്നാൻ പാടില്ല. എന്നാൽ മറ്റുള്ളവർക്ക് അവൻ്റെ സ്വത്ത് ഹറാമ് അല്ല. ഓൻ്റെ ഭാര്യ, ഇവൻ പീടിയെ കുത്തിരുന്നിട്ട് കള്ളത്തരം തട്ടിപ്പും നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. ഈ പൈസയാണ് അവൻ്റെ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത്, അവൾക്ക് ഹറാമില്ല. ഈ പണമാണ് അവൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്, ഓൾക്കും ഹറാമില്ല. കാരണം അവരല്ല ഇത് സമ്പാദിച്ചത്. ഈ ഹറാമ് സമ്പാദിച്ചത് ഇവനാണ്. അവൻ്റെ ഭാര്യ അത് സമ്പാദിച്ചിട്ടില്ല, അവൻ്റെ മക്കൾ അത് സമ്പാദിച്ചിട്ടില്ല.
പള്ളി കമ്മിറ്റി സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ പള്ളി കമ്മിറ്റിക്ക് സംഭാവന കൊടുത്താൽ പള്ളി കമ്മിറ്റിക്ക് അത് ഹറാമല്ല, അവൻ്റെ ഭാര്യയ്ക്ക് അത് ഹറാമില്ല, അവൻ്റെ മക്കൾക്ക് അത് ഹറാമില്ല. എന്നാൽ ഓന് ഹറാമാ. ഓൻ്റെ കടയിലെ പൈസ എടുക്കാൻ ഹറാമാണ്, ഓൻ പാടില്ല. കാരണം ഓനത് ഹറാമിലൂടെ സമ്പാദിച്ചതാണ്, അതുകൊണ്ട് അത് എടുക്കാൻ പാടില്ല. ഇനി ഇവൻ അങ്ങോട്ട് മരിച്ചു, 1 കോടി രൂപ ആസ്തിയുള്ളവൻ, ആ ആസ്തിയിൽ 90% ഹറാമാണ്, ആ ആസ്തിയിൽ 90% ഹറാമാണ്. അവൻ അങ്ങോട്ട് മരിച്ചു. എന്നാൽ ആ 1 കോടി രൂപ മക്കൾ അനന്തരം എടുക്കാൻ പറ്റുമോ? പറ്റും. ഏതൊഴിച്ച് ആ 1 കോടി രൂപയിൽ ചില സാധനങ്ങൾ വ്യക്തമായിട്ട് മക്കൾക്ക് ഉറപ്പുണ്ട്. ഒരു മൊബൈൽ ഉദാഹരണം പറയാം. ഈ മൊബൈൽ വാപ്പൻ്റെ ഷോപ്പിലുള്ള മൊബൈലാണ്. വാപ്പ മരിച്ചു, ഈ മൊബൈൽ വാപ്പ ഇന്ന കടയിൽ നിന്ന് കട്ടുകൊണ്ടുവന്നതാണ്, മക്കൾക്ക് ഉറപ്പാണ്. ഈ മൊബൈൽ വാപ്പ ഇന്ന കടയിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചതാണ് എങ്കിൽ ആ മൊബൈൽ അനന്തരം എടുക്കാൻ പറ്റൂല. അത് നേരെ ആരുടെ കടയിൽ നിന്നാണോ കട്ടുകൊണ്ടുവന്നത് അവർക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ അതല്ലാത്ത സമ്പത്തുണ്ടല്ലോ, അതല്ലാത്തതും ഹറാം തന്നെയാണ്. പക്ഷേ അതൊരു കൃത്യം വസ്തുവിനെ കുറിച്ച് ഇത് ഹറാമാണ്, ഇത് ഹറാമാണ് എന്ന നിലക്ക് പറയാൻ പറ്റാത്തതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അനന്തരമെടുക്കാം. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അനന്തരമെടുക്കാം. ഒരു കുഴപ്പവുമില്ല, ഹറാമില്ല, കുറ്റമില്ല. മറ്റുള്ളവർക്ക് സംഭാവനയായിട്ട് കൊടുക്കാം, വാങ്ങുന്നവർക്ക് തെറ്റില്ല, ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഹറാമിൻ്റെ സമ്പത്തുമായിട്ടുള്ള ഡീലിംഗ്. നമ്മൾ പലിശയെക്കുറിച്ച് നാളെ സൂചിപ്പിച്ചിരുന്നു. പലിശ വാങ്ങിയ ഒരാൾ നിർബന്ധിത സാഹചര്യത്തിൽ പലിശ വാങ്ങി, അല്ലെങ്കിൽ നിർബന്ധം ഇല്ലാതെ വാങ്ങി, നിർബന്ധമൊന്നുമില്ല, അവൻ പലിശ വാങ്ങി, എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് കടുത്ത ഹറാമാണ്, തിന്നാൻ പാടില്ല. എന്നാൽ ഇനിയിപ്പോൾ അതെന്താ ചെയ്യുക? 1000 റുപ്യ എൻ്റെ കയ്യിൽ പലിശ ഞാൻ വാങ്ങിയതാണ്, നിർബന്ധമൊന്നുമില്ല, ഹറാമായ പലിശ ഞാൻ വാങ്ങി, എന്താ ചെയ്യുക? അടുപ്പിലിട്ട് കരിക്കാൻ പറ്റുമോ? പറ്റൂല, പ്രകൃതി വിഭവമാണ്. അടുപ്പിലിട്ട് കരിക്കാൻ പറ്റൂല, പ്രകൃതി വിഭവമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ ഫാസിസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പം ഞാൻ എന്താ ഒരു പരിഹാരം വേണ്ടേ? ആർക്കെങ്കിലും കൊടുത്താളി, ആർക്കെങ്കിലും സംഭാവനയായിട്ട് കൊടുത്താളി. തിരിഞ്ഞില്ലേ? നമ്മൾ നാളെ പറഞ്ഞു അത്. പക്ഷെ അപ്പോൾ അവിടെ നമ്മൾ ഈ പലിശയുടെ സ്വത്തായതുകൊണ്ട് നമ്മൾ പറയും, സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയും. അതുകൊണ്ട് പള്ളി, മദ്രസ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കണ്ട, അതുപോലെ നിങ്ങളെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കണ്ട എന്നൊക്കെ പറയാറുണ്ട്, ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി. അതാണ് അതിലൊക്കെ ഉള്ള ഒരു ചെറിയ വിവരണം. കൂടുതൽ വിശദമായിട്ട് പറയാൻ സമയത്തിൻ്റെ ഷോർട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.